So, good evening once again, everyone. ആദ്യം തന്നെ ഞാൻ പറഞ്ഞു ഗ്രാറ്റിറ്റ്യൂഡ്. ഓക്കെ, കാരണം നിങ്ങളാണ് എന്നെ ഇത്രയും ഊർജ്ജസ്വലമായി നിർത്തുന്നത്. പ്രൗഡ് ടു സേ ദാറ്റ് ഐ ഹാവ് ദിസ് മൈ സ്റ്റുഡൻസ് ഇൻ ദ ഈവനിങ് ഫോർ മൈ ക്ലാസ്. അതുപോലെ തന്നെ ഇതിലെത്താൻ പറ്റാതെ യൂട്യൂബിൽ നിന്ന് ഈ വീഡിയോ കാണുന്ന എൻ്റെ എന്താ പറയുക, ഇനി വരാനിരിക്കുന്ന ലക്ഷക്കണക്കിന് ആൾക്കാരോട് എല്ലാവരോടും നന്ദി. കാരണം എന്തോ എവിടെയോ യൂണിവേഴ്സിന്റെ ഒരു ദൈവത്തിന്റെ ഒരു അദൃശ്യകരങ്ങളിലൂടെ ഞാൻ പറയുന്ന കാര്യങ്ങൾ, എന്നിലേക്ക് ലഭിക്കുന്ന കാര്യങ്ങൾ ഞാൻ വ്യക്തമായി നിങ്ങളിലേക്ക് പറഞ്ഞ് ഫലിപ്പിക്കുമ്പോൾ നിങ്ങളിൽ അതിന് തത്തുല്യമായ മാറ്റമുണ്ടാകുന്നു എന്ന് പറയുമ്പോൾ, ഇന്ന് ഞാൻ ആ സ്റ്റുഡൻസിനും കുട്ടികൾക്കും എല്ലാവർക്കും ക്ലാസ്സിൽ കുട്ടികളും പാരൻസും എല്ലാവരും ഉണ്ടായിരുന്നു. അവർ ക്ലാസ് എടുക്കുമ്പോൾ അവരോട് ഞാനൊരു കാര്യം ഇങ്ങനെ ചോദിച്ചുള്ളൂ, നിങ്ങൾ മാറാൻ തയ്യാറാണോ എന്ന് ചോദിച്ചപ്പോൾ ഇന്നലെ നിങ്ങൾ ഇത് പറഞ്ഞ് അതേ മറുപടിയാണ് അവിടെ പറഞ്ഞത്. കാരണം അവിടെ ഒരുപാട് ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരും അവരുടെ ഫാമിലിയും പിന്നെ കുറച്ച് സ്കൂളിൽ നിന്ന് വന്ന കുട്ടികളും ഒക്കെ ഉണ്ടായിരുന്നു. അവരെല്ലാം വെറുതെ ഞാൻ ചോദിച്ചാൽ നിങ്ങൾക്കെല്ലാം ജീവിതത്തിൽ മാറ്റം ആവശ്യമാണോ എന്ന് ചോദിച്ചപ്പോൾ എല്ലാവരും ഒറ്റയടിക്ക് പറഞ്ഞു യെസ് സാർ വി നീഡ്. അതേപോലെയാണ് നിങ്ങൾ ഇന്നലെയും പറഞ്ഞത്, യൂട്യൂബ് വീഡിയോയിൽ കണ്ട എല്ലാവരും പറയുന്നത്. അടിസ്ഥാനപരമായിട്ട് എല്ലാവരുടെയും ആവശ്യം മാറ്റമാണ്. പക്ഷെ പലരും പ്രയത്നിക്കാൻ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് കഷ്ടമായ ഒരവസ്ഥ. പക്ഷെങ്കിൽ ചെയ്യുന്നവരുണ്ട്, അവർക്ക് ഫലം ലഭിക്കുക തന്നെ ചെയ്യുമെന്ന് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. അതിനുദാഹരണം ഈ ഇരിക്കുന്ന 6 അടി പൊക്കം തന്നെയാണ് എന്ന് അടിവരയിട്ട് ഒപ്പിട്ട് തരാം. മാറ്റം ആഗ്രഹിച്ചപ്പോ അതിനുവേണ്ടി പ്രവർത്തിച്ചപ്പോ ഇതാ ഇങ്ങനെ ഇരിക്കുന്നു എന്നുള്ളത്. അപ്പോൾ ഏറെ സന്തോഷത്തോടു കൂടി നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഇന്നത്തെ കാര്യം വ്യത്യസ്തമാണ്. അപ്പൊ എവരിബഡി റെഡി? വൺസ് അഗെയിൻ ടൈപ്പ് റെഡി. പോരട്ടെ. ഇന്ന് ഏറെ സന്തോഷമാണ്. ഞാൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് അൺമ്യൂട്ട് ചെയ്ത് വന്നപ്പോൾ ഇവിടെ 100 എന്നുള്ള സംഖ്യ മുഴുവൻ തികഞ്ഞിരുന്നു. ഇന്നലെ നമ്മൾ 148 ആൾക്കാർ ലൈവ് പങ്കെടുത്തിരുന്നു. ഇന്ന് അതിലും കൂടണം. നാളെ ശനിയാഴ്ച നമുക്ക് 300 ആൾക്കാർ ഈ ലൈവ് സെഷനിലൂടെ ഉണ്ടാവണം എന്നാണ് നമ്മുടെ പ്രതീക്ഷ. നിങ്ങൾ എല്ലാവരും മാക്സിമം ആൾക്കാർ ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും വരും, എല്ലാവർക്കും ഉപയോഗപ്രദമാകുന്ന രീതിയിലാണ് നമ്മൾ ക്ലാസ് പോകുന്നത്, അല്ലെ? ഇതെല്ലാം നിങ്ങളുടെ എനർജിയാണ്. നിങ്ങൾ എന്താണോ അവിടെ കാക്ഷിക്കുന്നത് അതാണ് ഞാൻ ഇവിടുന്ന് പറയുന്നത്. അല്ലാതെ ഞാൻ ഇവിടെ വരുമ്പോൾ ഒരു കഷ്ണം പേപ്പറോ എന്നും എടുത്തിട്ടല്ല വരുന്നത്. എല്ലാം നിങ്ങൾ അവിടെ നിന്ന് ചോദിക്കും, നിങ്ങളെ മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എനിക്ക് പറയാൻ പറ്റും. ഇന്നലെ ഒരു സഹോദരി എനിക്ക് അയച്ച മെസ്സേജ് ഞാൻ കേട്ടു. എനിക്ക് അഡ്മിൻ അയച്ച മെസ്സേജ് ഫോർവേഡ് ചെയ്ത് പറഞ്ഞു, സാറ് എങ്ങനെയാണ് ഇത് എന്റെ മനസ്സിൽ ആഗ്രഹിക്കുന്ന എല്ലാം അവിടെ നിന്ന് പറയുന്നത്? ഞാൻ ചോദിക്കാൻ ആഗ്രഹിച്ചു വന്ന ക്വസ്റ്റ്യൻസ് 3 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. 3 ഞാൻ വീഡിയോ ക്ലാസ് കഴിഞ്ഞ് പോകും 3 ഉത്തരം സാർ അവിടെ പറഞ്ഞിരുന്നു. അത് ചോദ്യമായി തന്നെ ചോദിച്ചു പറഞ്ഞിരുന്നു. ഇതൊന്നുമില്ല, നിങ്ങൾ എന്താണോ അതിന് നിയമം ഇങ്ങനെയാണ്. അതിന് നിയമം വളരെ സ്പഷ്ടമാണ്. ലോ ഓഫ് അട്രാക്ഷൻ പറയുന്ന അതേ നിയമം എടുത്ത് പറയാം. വേറൊന്നുമില്ല, നിങ്ങൾ എന്താഗ്രഹിക്കുന്നുവോ അത് നിങ്ങളെയും ആഗ്രഹിക്കുന്നു. എഴുതി വെച്ചോളൂ, ആ വാക്ക് എഴുതി വെച്ചോളൂ. ലോ ഓഫ് അട്രാക്ഷൻ പെയ്ഡ് 5000 rupees പേ ചെയ്ത് പഠിപ്പിക്കുന്നവർക്ക് പഠിപ്പിക്കുന്ന കാര്യമാണ്. നിങ്ങൾക്ക് ഞാൻ വെറുതെ അല്ല, നിങ്ങളുടെ സമയത്തിനനുസരിച്ച് ഞാൻ തരുന്നുള്ളത്. അതുകൊണ്ട് അതിന് വാല്യൂ കാണാതിരിക്കരുത്, അതിന്റെ വില നിങ്ങൾ കാണാതിരിക്കരുത്. നിങ്ങൾ എന്ത് ആഗ്രഹിക്കുന്നുവോ അത് നിങ്ങളെയും ആഗ്രഹിക്കുന്നു. സത്യല്ലേ? ഇത് വളരെ കറക്റ്റാണെന്ന് പറയൂ. ട്രൂ ആണെന്ന് വിശ്വസിക്കുന്നവർ ട്രൂ എന്ന് പറയും. ട്രൂ ആണെന്ന് വിശ്വസിക്കുന്നവരെല്ലാം ട്രൂ എന്ന് പറയും. അങ്ങനെ കേട്ടിട്ടുണ്ടോ നിങ്ങൾ എന്ത് ആഗ്രഹിക്കുന്നു അത് നിങ്ങളെയും ആഗ്രഹിക്കുന്നു. നിങ്ങൾ എന്തിനെ സ്നേഹിക്കുന്നു അത് നിങ്ങളെയും സ്നേഹിക്കുന്നു. നിങ്ങൾ എന്തിനെ വെറുക്കുന്നു അത് നിങ്ങളെയും വെറുക്കുന്നു. മുകളിൽ എപ്രകാരമോ താഴെയും അപ്രകാരം തന്നെ, അകം എപ്രകാരമോ പുറവും അപ്രകാരം തന്നെ. അപ്പോൾ ജീവിതത്തിൽ ഇപ്പൊ എന്തുകൊണ്ടാണ് ദുരിതങ്ങൾ എന്ന് മനസ്സിലായല്ലോ. ജീവിതത്തിൽ ദുരിതങ്ങളും കഷ്ടങ്ങളും നഷ്ടങ്ങളും ഒക്കെ ആണെങ്കിൽ അതിന്റെ യഥാർത്ഥ വശം എവിടെയാണ് ഇരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാവും. ഇനി ജീവിതത്തിൽ സന്തോഷം, സമാധാനം, സംതൃപ്തി, സമൃദ്ധി, ഐശ്വര്യം, ബാക്കിയുള്ള എല്ലാ സർവ സാഹചര്യങ്ങൾ അബൻഡൻസും ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? എന്തായിരിക്കണം? വേർ ഷുഡ് ബി ദേർ. അതെവിടെയാണ് ഉണ്ടാവും? നമുക്കത് എവിടെ പോയി തേടണം? നമുക്ക് സന്തോഷം വേണം, സമാധാനം വേണം, സംതൃപ്തി വേണം, ഐശ്വര്യം വേണം, ക്ഷേമം വേണം, സമൃദ്ധി വേണം, എല്ലാം കൂടി അബൻഡൻസ് വേണം. ഇത് വേണമെങ്കിൽ നമ്മൾ എവിടേക്കാണ് നോക്കേണ്ടത്?
എവിടെയാണ് അത് ഉണ്ടാവുന്നതെന്ന് പറയാൻ പറ്റുമോ? ഒന്ന് ടൈപ്പ് ചെയ്ത് ആ സാധനം എവിടെയാണ് ഇതുണ്ടാവുന്നത്? യെസ്, ഇതെവിടെ ഉണ്ടാവും? നമ്മളിൽ തന്നെ ഉണ്ട്, എവിടെയും തേടി പോകേണ്ടതില്ല. അല്ലെ? നമ്മുടെ അച്ഛമ്മോനെ പഴയ ഓർക്കല്ലേ, വളരെ പ്രാസം ഒപ്പിച്ചു പറഞ്ഞ്, എവിടെയും നിങ്ങൾ തേടി പോകേണ്ടതില്ല, ഇവിടെ തന്നെ നിൽക്കുക, ഇവിടെ തന്നെ നോക്കൂ, അകത്തോട്ട് നോക്കൂ, നിങ്ങളിൽ നോക്കൂ, അതവിടെ ഉണ്ട്. ഇല്ലെങ്കിൽ അതിന്റെ അർത്ഥം ഉണ്ടായത് നിങ്ങൾ എവിടെയോ കളഞ്ഞു പോയി, എവിടെയോ വെച്ച് മറന്നുപോയി. തിരിച്ചെടുക്കണ്ടേ? തിരിച്ചെടുക്കണം നമുക്കല്ലേ? നമ്മൾ അത് തിരിച്ചെടുക്കണം. ഉണ്ട്, അതിനൊന്ന് മനസ്സിലാക്കിയെടുക്കണം. കുറേ മാലിന്യങ്ങൾ അതിന്റെ മുകളിൽ കൊണ്ടുവച്ചപ്പോൾ അതിന് പുറത്തോട്ട് കാണുന്ന രീതിയിലായില്ല, അടഞ്ഞുപോയി എന്നതാണ് വിഷയം. അല്ലാതെ നമ്മളിൽ അതില്ലാതെ ഇല്ല. മാലിന്യങ്ങൾ എന്തൊക്കെയാണ്? മാലിന്യങ്ങൾ നമുക്ക് ഒരുപാട് മാലിന്യങ്ങൾ നമുക്കുണ്ടല്ലേ? ജേണി ടു ഹാപ്പിനെസ് പുസ്തകം മേടിച്ചവർക്ക്, ജേണി ടു ഹാപ്പിനെസ് പുസ്തകം, മനസ്സൊരു വിസ്മയം പുസ്തകം വാങ്ങിച്ചവർക്ക്, അത് വായിച്ചാൽ, അല്ലെങ്കിൽ ജേണി ടു ഹാപ്പിനെസ് കോഴ്സിൽ ചേരുന്നവർക്ക് മാലിന്യങ്ങൾ എളുപ്പത്തിൽ തൊട്ടറിയാൻ സാധിക്കും. എല്ലാ മാലിന്യങ്ങളും കൂട്ടി ഞാൻ ഷോർട്ട് ചെയ്ത് 10 മാലിന്യങ്ങളാക്കി മാറ്റിയിട്ടുണ്ട്. 10 അല്ലട്ടോ, കുറേ ഉണ്ട്. അതിനെല്ലാം എടുത്ത് ഷോർട്ടാക്കി 10-നകത്ത് ഒതുക്കിയിട്ടുണ്ട് ഞാൻ. ആ 10 മാലിന്യങ്ങളെ നമ്മളൊന്ന് മനസ്സിലാക്കി വെച്ചാൽ, ആ 10 മാലിന്യങ്ങളെ നമ്മളൊന്ന് പിടിച്ചു വെച്ചാൽ, മൈൻഡ് മാസ്റ്ററി എന്ന് പറയുന്ന മനസ്സിന്റെ കടിഞ്ഞാൺ നമ്മുടെ കയ്യിൽ വരും. അപ്പൊ 10 മാലിന്യങ്ങളെ നമ്മൾ അറിഞ്ഞിരിക്കണം. എന്താണ് മാലിന്യങ്ങൾ എന്നറിയോ? 10 മാലിന്യം ക്വിക്കായിട്ട് ഞാനൊന്ന് പറഞ്ഞു പോവാം. നിങ്ങൾക്ക് ഇത് ഉണ്ടോ എന്ന് ടെസ്റ്റ് എഴുതിക്കൊള്ളട്ടോ, എഴുതി വെച്ചോളൂ. 10 മാലിന്യങ്ങളിൽ ഉണ്ടോ എന്ന് ടിക്ക് ചെയ്യാനായിട്ട് എഴുതി വെച്ചോളൂ. എന്നിട്ട് സാറേ ഇതെന്റെയിലുണ്ട്, സാറേ ഇതെന്റെയിലുണ്ട് എന്ന് പറഞ്ഞ് ടിക്ക് ചെയ്ത് വെക്കോളൂ കേട്ടോ. ഒന്നാമത്തെ മാലിന്യം, 10 മാലിന്യം ക്വിക്കായിട്ട് പറയുന്നത് കൂടുതൽ സമയം എടുക്കില്ല. നിങ്ങൾ പിന്നെ അനലൈസ് ചെയ്താൽ മതി. ഇത് എന്തെങ്കിലും ഉണ്ടോ, ഇത് വേണോ ഉണ്ടോ നിങ്ങൾ അനലൈസ് ചെയ്താൽ മതി കേട്ടോ. എന്നിട്ട് നാളെ അതിന്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ടിക്ക് ചെയ്തിട്ട് ഗ്രൂപ്പിൽ ഇട്ടേക്ക്. സാറേ ഞാൻ ഇന്നയാള് ദിനേശ് മുങ്ങത്ത്, എന്റെ കയ്യിൽ 10-ൽ ഇതുണ്ട്, 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 ഇതുണ്ട് എന്നൊന്ന് ഇന്ന് ഗ്രൂപ്പിൽ ഇട്ടോളൂ കേട്ടോ. അപ്പൊ 10 മാലിന്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തെ നാണക്കേട്. നിങ്ങളിൽ ഉണ്ടോ നാണക്കേട്? രണ്ടാമത്തത് അപകർഷതാബോധം, മൂന്നാമത്തത് നിരാശ, നാലാമത്തത് പശ്ചാത്താപം. 1 നാണക്കേട്, 2 അപകർഷതാബോധം, 3 നിരാശ, 4 പശ്ചാത്താപം, 5 ഭയം, 6 അഹങ്കാരം, 7 പ്രതികാരം, 8 കോപം, 9 അസൂയ, 10 അസഹിഷ്ണുത. ഇതെന്താണ് ശരിക്കും എന്നുള്ളത് പുസ്തകത്തിൽ കൃത്യമായി പറയുന്നത്. എന്താണ് ഈ അസഹിഷ്ണുത, എന്താണ് ഈ കോപം? എല്ലാവർക്കും കോപം പറഞ്ഞാൽ അറിയുമല്ലേ, പക്ഷെ കോപം എന്താണെന്ന് ശരിക്കും ഒന്ന് അറിയണം. എപ്പോഴുണ്ടാവും. അഹങ്കാരം എന്താണ്? ആരെങ്കിലും ഒരാൾ പറയും എനിക്ക് അഹങ്കാരമുണ്ടെന്ന്? ആരും പറയില്ല. അപ്പോൾ ഓക്കെ, ഐ തിങ്ക് ഇറ്റ്സ് ക്ലിയർ ഫോർ യു. സൗണ്ട് കുറവുണ്ടെങ്കിൽ ജസ്റ്റ് എഴുതി വെച്ചോ. ഇനി ഇന്നത്തെ സംഭവം നിങ്ങളൊന്ന് എല്ലാവരും ഇത് കണ്ടിട്ടുണ്ടാവും. വിഷ്വലൈസേഷന്റെ പവർ. എനിക്ക് തോന്നുന്നു ട്രെൻഡി ആയിട്ട് ന്യൂസ് മീഡിയയിൽ നടക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ എനിക്ക് ആ ന്യൂസിൽ വലിയൊരു പ്രാധാന്യം തോന്നിയില്ല. പക്ഷെ ആൾക്കാർ ഭയങ്കരമായിട്ട് ട്രെൻഡി ആയിട്ട് നടന്ന ന്യൂസിനെയാണ് നമ്മൾ പറഞ്ഞത്. എങ്ങനെയാണ്? ഒരാൾ, ആ ന്യൂസ് നിങ്ങളെല്ലാം വായിച്ചിട്ടുണ്ടാവും അല്ലെ? ഏകദേശം വായിച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഒരാൾ എപ്പോഴോ വരച്ചു വെച്ച ഒരു ചിത്രം അയാളുടെ ജീവിത സഖിയായി മാറിയ കഥ. ഒരാൾ എന്നോ വരച്ചു വെച്ച ചിത്രം അതേപോലെ ഒരാളെ അയാളുടെ ജീവിത സഖിയായി ലഭിച്ചു എന്നതിന്റെ ട്രെൻഡിങ് ആയിട്ടുള്ള ന്യൂസാണ് നമുക്ക് കണ്ടത്. അതായത് ഇതാണ് എന്തുകൊണ്ടാണ് എനിക്കത്ര ആശ്ചര്യമായി തോന്നാത്തത്? കാരണം എന്റെ അനുഭവം ഒരുപാട് ഇത്തരം കാര്യങ്ങളുണ്ട്. നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ പഠിപ്പിക്കുമ്പോൾ ഒരുപാട് എക്സാമ്പിൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരെ കണ്ടിട്ടുണ്ട്. മാജിക് ചെക്കുകളൊക്കെ പറ്റി കേട്ടിട്ടുണ്ട്. അതിലെല്ലാം യാഥാർത്ഥ്യമാകുമെന്നുള്ള പൂർണ്ണ വിശ്വാസമുണ്ട്. അതുകൊണ്ട് ഇത് ഇങ്ങനെ വരച്ചവരുടെയൊക്കെ കഥകൾ സീക്രട്ട് ബുക്സിൽ ഒരുപാട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അർണോൾഡ് സ്കാവഞ്ചറിന്റെ ജീവിത കഥയിൽ പറയുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ആൾക്കാരുടെ ജീവിതം, അങ്ങനെ ബോബ് പ്രൊട്ടക്ടർ പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ ജീവിതം മാറിയ കഥകൾ. അങ്ങനെ ഏകദേശം ആളും ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്ത ഈ 90% ആൾക്കാരും ഇത്തരം കഥകളിലൂടെയാണ് വന്നത്. ഞാനും അതിനൊക്കെ അനുഭവസ്ഥനാണ്. ഞാൻ മനസ്സിൽ കണ്ട, പക്ഷെ ചിലത് മനസ്സിൽ കാണാത്തതും ഇതുപോലെ സംഭവിക്കുന്നു. പക്ഷെ മനസ്സിൽ കണ്ട രീതിയിലുള്ള
നമ്മൾ മനസ്സിൽ ഇങ്ങനെ ആയിരിക്കണം വീട് എന്നൊക്കെ വിചാരിച്ച പോലെ വീടുകളും അതിന് സ്ഥലങ്ങളും അല്ലെങ്കിൽ ഇതൊക്കെ നമുക്ക് സംഭവിച്ചിട്ടുണ്ട്. ഇതൊക്കെ നോർമലി ഇവിടെ സംഭവിച്ച കാര്യങ്ങൾ തന്നെയാണ്. അപ്പോ പറഞ്ഞു വന്നത് ഇങ്ങനെ ആയിരിക്കണം കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ. അതുകൊണ്ട് ഞാൻ സ്റ്റാർട്ടിങ് പറഞ്ഞു, നിങ്ങൾ മനസ്സിൽ എന്താണോ കണ്ടത്, ആഗ്രഹിച്ചത്, വിഷ്വലൈസ് ചെയ്തത്, അതുകൊണ്ടാണ് അത് എഴുതി വെച്ച് കഴിഞ്ഞാൽ ആവും എന്ന് പറയുന്നത്. ഇതിന്റെ സയൻസ് ഇതാണ്. ഇതിനകത്ത് നമ്മൾ എന്താണോ നമ്മുടെ മസ്തിഷ്കത്തിൽ, നമ്മുടെ ബ്രെയിൻ സിസ്റ്റത്തിൽ ഫീഡ് ചെയ്ത് വെച്ചത്, നമ്മൾ കണ്ട കാര്യങ്ങൾ, വിഷ്വലൈസ് ചെയ്ത കാര്യങ്ങൾ, അത് മാത്രം കൃത്യമായി നമ്മുടെ ജീവിതത്തിൽ അത് സംഭവിക്കുക തന്നെ ചെയ്യും, യാതൊരു തർക്കവുമില്ല. ഇന്നലെ നമ്മളൊരു ടെക്നിക്ക് കണ്ടുപിടിച്ചല്ലേ, ഇതെത്തിയതല്ലേ? ഇന്ന് ഞാൻ ഇവിടെ ക്ലാസ് എടുത്തപ്പോഴും നമ്മൾ പിങ്ക് എലിഫന്റിന്റെ ഇതൊന്ന് വിഷ്വലൈസേഷൻ പറഞ്ഞു. നിങ്ങളെല്ലാം പറഞ്ഞ പോലെ തന്നെ ഇവിടെയും എല്ലാവരും പറഞ്ഞു നോട്ട് പോസിബിൾ, പിങ്ക് എലിഫന്റ് ഉണ്ടാവില്ല. അതേപോലെയാണ് നമ്മുടെ വിഷ്വലൈസേഷൻ. ഇന്നിപ്പോ ഞാൻ ഇവിടെ പറയാം, ദിനേശ് ഇവിടെ നിന്ന് വിഷ്വലൈസ് ചെയ്യാണ് ഒരു മൾട്ടി സ്റ്റോറി ബിൽഡിംഗ്, ഒരു മെട്രോപൊളിറ്റൻ സിറ്റിയിൽ ഒരു 10 നിലയുള്ള ബിൽഡിംഗ് ഞാൻ സ്വന്തമായി കെട്ടിപ്പൊക്കുന്ന ഒരു വിഷ്വലൈസേഷൻ ഞാൻ ഉണ്ടാക്കുമ്പോൾ അത് എന്റെ മനസ്സ് അംഗീകരിക്കുന്നുവോ ഇല്ലയോ എന്നതാണ് ഒന്നാമത്തെ ചോദ്യം. ആ ചോദ്യത്തിൽ പാസ്സായാൽ, ആ ചോദ്യം നമ്മൾ ഓവർകം ചെയ്ത് മനസ്സിനെ ആ പിക്ചർ, ആ ബിൽഡിങ്ങിനെ അതിനെ വ്യക്തമായി നമുക്ക് കാണാൻ സാധിച്ചാൽ അതിന്റെ അർത്ഥം നമ്മളിലേക്ക് അത് എത്തുക തന്നെ ചെയ്യും. ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നല്ലേ, കോളേജ് കാലത്ത് ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നല്ലേ. നമ്മൾ അങ്ങനെ അതേപോലെ ജീവിത സഖിയെ വേണമെങ്കിലോ, അല്ലെങ്കിൽ നല്ല കുട്ടികൾ, ഇഷ്ടംപോലെ അനുഭവങ്ങളുണ്ട്. കല്യാണം കഴിഞ്ഞ ദമ്പതികൾ വരച്ച് വീട്ടിൽ ഒരു കുട്ടിയുടെ ഫോട്ടോ, അല്ലെ, കുട്ടിയുടെ നല്ല ഒരു ഫോട്ടോ എടുത്ത് നമ്മളെല്ലാവരും പറയാറുള്ള കാര്യമാണിത്. ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യുന്ന ദമ്പതികളോട് പറയാറുണ്ട് നമ്മൾ, അല്ലെങ്കിൽ കപ്പിൾസിനോട് പറയാറുണ്ട് നമ്മൾ, നിങ്ങൾക്ക് ഏത് ടൈപ്പ് കുട്ടിയാണോ വേണ്ടത് അതുപോലെ കുട്ടീനെ നെറ്റിൽ നിന്നൊക്കെ നോക്കിയിട്ട് എടുത്തു വെക്കുക. എന്നിട്ട് അതിന്റെ നല്ലൊരു പിക്ചർ ഉണ്ടാക്കുക. ആ പിക്ചർ നിങ്ങളുടെ ബെഡ്റൂമിലും നിങ്ങളുടെ ബാക്കി എല്ലാ സ്ഥലത്തും സദാ കാണുന്നിടത്ത് വെക്കുക. നിങ്ങൾക്ക് ജനിക്കാൻ പോകുന്ന കുട്ടി അതുപോലെ തന്നെ ആയിരിക്കണം. ഇതിന്റെ ഇടയിൽ എന്നോട് ഒരാള് 1-to-1 സെഷനിൽ വന്നപ്പോ ഒരാൾ ഇതേ അനുഭവം പറഞ്ഞു. പറഞ്ഞു, ഞാൻ വിചാരിച്ച ഫോട്ടോ കണ്ട അതേ കുട്ടി, അതുപോലുള്ള കുട്ടി എനിക്ക് കിട്ടി. പക്ഷെ അതിനകത്ത് പറ്റിപ്പോയൊരു കാര്യം, ഞങ്ങൾ രണ്ടും കറുപ്പും കുട്ടി പക്കാ വെളുപ്പമായി പോയത്. അല്ലേ? അത്രയും കാര്യങ്ങൾ സംഭവിക്കും. പറ്റിപ്പോയ കാര്യമൊന്നുമില്ല, അത്രയും ഇതായിട്ട് സംഭവിക്കും. അങ്ങനെ സംഭവിച്ച ഒരുപാട് അനുഭവങ്ങളുണ്ട്. നിങ്ങൾക്ക് ആർക്കും അങ്ങനെയുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ടോ? നിങ്ങൾ അല്ലെങ്കിൽ ഒരു അച്ഛനും അമ്മയും രണ്ടുപേരും കറുപ്പാണെങ്കിൽ യഥാർത്ഥത്തിൽ ജനിക്കുന്ന കുട്ടി എന്തായിരിക്കും? സ്വാഭാവികം കറുപ്പായിരിക്കും അല്ലെ? സയൻസ് പരമായി പറഞ്ഞ കറുപ്പ് തന്നെ ആയിരിക്കും അല്ലെ? യാതൊരു തർക്കവുമില്ല. പക്ഷെ അത് വെളുത്ത കുട്ടിയായിരിക്കും എന്തായിരിക്കും സംഭവം? അങ്ങനെയൊക്കെ ലോകത്ത് സംഭവം ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾക്കിനി ആർക്കെങ്കിലും നിങ്ങളുടെ വിഷ്വലൈസേഷൻ പവർ ടെസ്റ്റ് ചെയ്യാൻ ആഗ്രഹമുണ്ടോ? ഇപ്പോൾ ടെസ്റ്റ് ചെയ്യാൻ ആഗ്രഹമുണ്ടോ? ഉണ്ടെങ്കിൽ നമുക്ക് ഒന്ന് പരീക്ഷിച്ചാലോ? ചെറിയൊരു പരീക്ഷണം. വിഷ്വലൈസേഷൻ എന്ന് പറയുമ്പോൾ എല്ലാം റെഡിയാണ് അല്ലെ? അതുകൊണ്ട് അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയ സംഭവമാണ്. അത് കൃത്യമായി ദൃശ്യവൽക്കരണം വരുന്നുണ്ടോ ഇല്ലയോ എന്നതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അത് വരുന്നുണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. സ്വപ്നം അക്വസ്വട്ട, സ്വപ്നം യാഥാർത്ഥ്യമായി അല്ലെ? ഓർമ്മയുണ്ടല്ലോ അല്ലെ? എന്തൊക്കെ ഡയലോഗുകൾ അങ്ങനത്തെ സിനിമയിലൊക്കെ വന്നിട്ടില്ലല്ലേ? അന്ന് സ്വപ്നത്തെ പറ്റിയൊക്കെ വളരെ വിശദമായി തന്നെ പറയും. പക്ഷെ നമുക്കാർക്കും ഒന്നും മനസ്സിലായില്ലെന്നേ ഉള്ളൂ. ഇമാജിനേഷൻ പവർ കൂട്ടാൻ എന്താ ചെയ്യുക? ഇമാജിനേഷൻ പവർ കൂട്ടാനുള്ള പ്രക്രിയയാണ് സുഹൃത്തെ ഇവിടെ ചെയ്യുന്നത്. ആ പ്രക്രിയ നമ്മൾ ഡെയിലി പ്രാക്ടീസ് ചെയ്ത് എടുക്കുകയാണ്. ലോ ഓഫ് അട്രാക്ഷൻ ഫുള്ളായിട്ട് അതാണ് ചെയ്യിപ്പിക്കുന്നത്. ഇമാജിനേഷൻ പവർ കൂട്ടുക, വിഷ്വലൈസേഷൻ ടെക്നിക് കൂട്ടുക, സെൽഫ് ലവ് കൂട്ടുക, റിമൂവ് ഇംപ്യൂരിറ്റീസ് വരുമ്പോൾ അവിടെ ഇത് പറ്റാത്തവർക്ക്, ഇത് ആവാത്തവർക്കുള്ള വിഷയമാണ് ബ്ലോക്കേജ് ഓഫ് യുവർ നെഗറ്റീവ് ഇംപ്യൂരിറ്റീസ്, അല്ലെങ്കിൽ മൈൻഡിലെ ഇംപ്യൂരിറ്റീസ് കൊണ്ടാണ് നിങ്ങൾക്കത് സാധ്യമാവാത്തത്. അപ്പോൾ നിങ്ങൾ മനസ്സിലെ മാലിന്യങ്ങളെ കളയണം. മനസ്സിലെ മാലിന്യങ്ങൾ കളയാനാണ് ജേർണി ടു ഹാപ്പിനെസ് എന്ന് പറയുന്ന കോഴ്സ് നടത്തുന്നത്. ആ കോഴ്സിൽ മനസ്സിന്റെ അവസ്ഥകളെ പാകം ചെയ്ത് മനസ്സിനെ ശുദ്ധമാക്കുക എന്നതാണ്. ഞാൻ പലപ്പോഴും പറയണ്ടല്ലേ, ഒന്ന് കലക്കിപ്പിടി ശുദ്ധമാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ എന്തും, എത്ര നല്ല വെള്ളം വേണമെങ്കിലും ഒഴിക്കാം അല്ലെ? അതിനു വേണ്ടി തയ്യാറാണ്. അപ്പോൾ
വിഷ്വലൈസേഷൻ, ഞാനിപ്പോ പറയുന്ന വിഷ്വലൈസേഷൻ പ്രാക്ടീസിൽ നിങ്ങൾക്കത് കാണാൻ പറ്റുന്നില്ല, കൃത്യമായി വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങളിൽ ബ്ലോക്കേജ് ഉണ്ട്, നിങ്ങളിൽ വിഷ്വലൈസേഷൻ സാധ്യമാകുന്നില്ല. അങ്ങനെയുള്ള ആളാണ് നിങ്ങളെങ്കിൽ ജേർണി ടു ഹാപ്പിനെസ്സിൽ ചേരുക തന്നെ വേണം. നിങ്ങൾ മനസ്സിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്യണം. എന്താണ് ബോധമനസ്സ്, എന്താണ് അബോധ മനസ്സ്, എന്താണ് ഉപബോധ മനസ്സ് എന്ന് മനസ്സിലാക്കണം. എന്തൊക്കെയാണ് നമ്മൾ സംസാരിക്കേണ്ടത്, എന്തൊക്കെ നമ്മൾ സംസാരിക്കരുത്, എങ്ങനെ നമ്മൾ പോസിറ്റീവായി നിൽക്കണം എന്നൊക്കെ പഠിപ്പിക്കുന്ന കോഴ്സാണ് ജേർണി ടു ഹാപ്പിനെസ്. അപ്പോൾ നമുക്കൊരു വിഷ്വലൈസേഷൻ ഒന്ന് നോക്കിക്കളയാം. ജസ്റ്റ് ഒരു ടെസ്റ്റ് ആണ്, വലിയ സംഭവമൊന്നുമില്ല. എല്ലാവർക്കും ആഗ്രഹമുള്ള ഒരു സാധനം എന്നെ വിഷ്വലൈസ് ചെയ്യാം അല്ലെ. നമ്മൾ പറഞ്ഞു വന്നത് വിഷ്വലൈസേഷനിൽ അല്ലെ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു വിഷ്വലൈസേഷൻ ചെയ്യാൻ താല്പര്യം, എന്ത് വിഷ്വലൈസ് ചെയ്യാനാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ആഗ്രഹം? ഒന്ന് ടൈപ്പ് ചെയ്തേ. നിങ്ങൾക്ക് എന്തിനെ വിഷ്വലൈസ് ചെയ്യാനാണ് നിങ്ങൾക്ക് എല്ലാവർക്കും താല്പര്യം? എന്ത് കാര്യത്തെയാണ് വിഷ്വലൈസ് ചെയ്യാൻ? ഒരു പോയിന്റ് ഉണ്ട്. നമുക്ക് 5 കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും നമ്മുടെ ജീവിതത്തിൽ വേണ്ടതെന്ന് ഞാൻ പറയാറുണ്ട്. ഒന്ന് സമ്പത്ത്, രണ്ടാമത്തത് ആരോഗ്യം, മൂന്നാമത്തത് ബന്ധങ്ങൾ, നാലാമത്തത് റിലേഷൻഷിപ്പ്, നാലാമത്തത് വിനോദം, അഞ്ചാമത്തെ സ്പിരിച്വാലിറ്റി. ഇതിലെന്തിനെയാണ് നമുക്കിപ്പോ മാനിഫെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളത്? ഇപ്പൊ നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ടത് യെസ് എല്ലാവരും ഒറ്റ കാര്യം പറയുള്ളൂ. എന്താ? വൈദ്യൻ ഇച്ഛിച്ചതും പാല്, അല്ല യോഗി ഇച്ഛിച്ചതും പാല്, വൈദ്യന് കൽപ്പിച്ചതും പാല് എന്ന് പറയുന്ന പോലെ നമുക്ക് വേണ്ടത് പ്രധാനമായിട്ടും. പക്ഷെ ഇത് പ്രധാനമാണ് എന്ന് പറഞ്ഞ് ഇത് മാത്രം പോരട്ടോ. ആരോഗ്യമില്ലെങ്കിൽ ഇതൊന്നും വർക്കാവില്ലേ. പറഞ്ഞു വെക്കാം, നിങ്ങൾ ഇനി എന്ത് മാനിഫെസ്റ്റേഷൻ പവറും കൂട്ടിക്കോളൂ, നിങ്ങളുടെ ശരീരത്തിൽ പവർ ഇല്ലെങ്കിൽ, മാനിഫെസ്റ്റേഷൻ ചെയ്യാനുള്ള പവർ ഇല്ലെങ്കിൽ ഇതൊന്നും വർക്ക് ചെയ്യില്ല. 10 കോടി രൂപ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിന് തത്തുല്യമായ സ്ട്രെങ്ത് അല്ലെങ്കിൽ എന്താ പറയാ, നമ്മളതിനെ പറയാ, നിങ്ങളുടെ എനർജി ഇല്ലെങ്കിൽ ഇത് വർക്ക് ചെയ്യില്ല. സ്ഥാപനത്തിന് പുരോഗതി വേണമെങ്കിൽ ആ സ്ഥാപനത്തിന്റെ പുരോഗതിക്ക് അതിന്റെ നേതാവ്, അതിന്റെ സ്ഥാപകൻ അല്ലെങ്കിൽ അതിന് നയിക്കുന്നയാൾക്ക് എനർജി ഇല്ലെങ്കിൽ ആ സ്ഥാപനം വർക്ക് ചെയ്യില്ല. കാരണം അവരുടെ എനർജിയിലാണ് ഈ സാധനം മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ആരോഗ്യം വളരെ പ്രധാനമാണ്. അത് അകത്തുള്ള ആരോഗ്യമായാലും പുറത്തുള്ള ആരോഗ്യമാണ്. ഞാൻ 2 ശരീരത്തെ പറ്റി പറയുന്നുണ്ടല്ലേ, സൂക്ഷ്മ ശരീരവും സ്ഥൂല ശരീരവും. രണ്ടിനും ആരോഗ്യമില്ലെങ്കിൽ നമുക്ക് ഒന്നും നേടാൻ സാധിക്കില്ല. വിഷ്വലൈസേഷനൊക്കെ ഉണ്ടാവും, പക്ഷെ സാധനം വരില്ല. ബിക്കോസ് ഓഫ് നമ്മുടെ ഹെൽത്ത് എന്ന് പറയുന്ന പരിപാടി. അപ്പൊ എല്ലാവരും പറഞ്ഞതനുസരിച്ച് നമുക്ക് വേണ്ടത് പ്രധാനമായിട്ടും സമ്പത്താണ്. സമ്പത്ത് ഈസ് നോട്ട് എ മണി മാത്രമല്ല. സമ്പത്തിൽ 5 ഘടകങ്ങൾ ചേരുന്നതാണ് സമ്പത്ത് എന്ന് പറയുന്നത്. 5 ഘടകങ്ങൾ കൃത്യമായി എന്താണ് ഈ സമ്പത്തിലെ 5 ഘടകങ്ങൾ എന്ന് കൃത്യമായി ജേർണി ടു ഹാപ്പിനെസ്സിൽ പഠിപ്പിക്കുന്നുണ്ട്. തൽക്കാലം ഞാനിതിവിടെ സസ്പെൻസ് ആയി വെക്കുന്നു. കാരണം എല്ലാം ഞാനിവിടെ പറഞ്ഞാൽ നിങ്ങൾ എന്റെ കോഴ്സിലേക്ക് വരില്ലല്ലോ അല്ലെ. അതുകൊണ്ട് കോഴ്സിൽ വന്നിട്ട് 5 എന്താണ് പഠിപ്പിക്കുക കേട്ടോ. 5 കാര്യങ്ങൾ ചേർന്നാൽ മാത്രമേ സമ്പത്താവുള്ളൂ കേട്ടോ. ഓക്കെ, ഫൈൻ. നമുക്കപ്പോ ഒരു ജസ്റ്റ് മണിയിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യാം. നിങ്ങൾക്ക് എത്രത്തോളം മണി മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റുന്നു നോക്കാം. റെഡി? എല്ലാവരും ഒന്ന് സ്വസ്ഥമായിരിക്കുക. വിഷ്വലൈസേഷനിലേക്കാ പോകുന്നത്. കണ്ണ് തള്ളരുത്, കയ്യിൽ കിട്ടുന്ന സാധനം കണ്ട് കൈ വേദനിക്കരുത്, ഒന്നും ചെയ്യരുത്. എല്ലാവരും സ്വസ്ഥമായിരിക്കുക. ഒന്ന് ദീർഘ നിശ്വാസം എടുക്കുക. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട് ബൈ യുവർ മൗത്ത്. വായിലൂടെ ശ്വാസം പുറത്തോട്ട് വിടുക. ഇനിയും ബ്രീത്ത് ഇൻ, വായിലൂടെ ശ്വാസം പുറത്തോട്ട് വിടുക. റിലാക്സ്. നിങ്ങളുടെ ശരീരം മുഴുവൻ റിലാക്സ് ആവുകയാണ്. ആ ഷോൾഡറിൽ കയറ്റി വെച്ച വലിയ അഹങ്കാരത്തിന്റെ ഭാരമൊക്കെ ഒന്ന് നിറക്കി വെച്ചേട്. നമ്മളൊന്നുമില്ല, നമ്മൾ സിമ്പിളാണ്. ഒന്ന് ഷോൾഡറൊക്കെ നിറക്കി വെച്ചേ. സിമ്പിൾ ആയിട്ടിരുന്നേ. പിടിച്ചു വെച്ചതൊക്കെ ഇറക്കി വെച്ചു. കുറെ പേര് പിടിച്ചു വെച്ചിട്ടുണ്ട്. എല്ലാവരും നിറക്കി വെച്ചേ. ഒന്ന് കയറാൻ പോകുമ്പോൾ നേരത്തെ എപ്പോഴും പറയുന്ന കഥയില്ലേ, ഈ ഭാഗത്ത് പ്രാരാബ്ദങ്ങളും ഈ ഭാഗത്ത് വരാനിരിക്കുന്ന അവസ്ഥകളും അല്ലെ. ഇത് രണ്ടും കഴിഞ്ഞ കാലത്തെ ദുരനുഭവങ്ങളും വരാനിരിക്കുന്ന കാലങ്ങളിലെ പ്രതീക്ഷകളും ഒക്കെ നിറക്കി വെച്ച് റിലാക്സ്. ഓക്കെ, കണ്ണുകൾ അടച്ചു തന്നിരിക്കുക. ഇനി ശ്രദ്ധിക്കുക, നിങ്ങളൊരു മരത്തിന്റെ അടിയിൽ
സ്വസ്ഥമായി ഇരിക്കുകയാണ്. ഒരു മരത്തിന്റെ അടിയിൽ സ്വസ്ഥമായി നിങ്ങളൊരു സ്ഥലത്തിരിക്കുകയാണ്. നല്ലൊരു ആൽവൃക്ഷമാണെന്ന് കരുതിക്കുക. ബുദ്ധൻ തപസ് ചെയ്ത പോലെ, അല്ലെങ്കിൽ സ്വാമിമാർ തപസ് ചെയ്യുന്ന പോലെ ഒരു ആലിന്റെ ചുവട്ടിൽ നിങ്ങൾ ഇരിക്കുകയാണ്. ആലിന്റെ ചുവട്ടിൽ ചമ്രം പടിഞ്ഞ് നിങ്ങൾ ഇങ്ങനെ ഇരിക്കുകയാണ്. നിങ്ങൾ കാണുകയാണ്, നിങ്ങളൊരു ക്ഷേത്രത്തിന്റെ പുറത്തോ അല്ലെങ്കിൽ മറ്റെവിടെയോ ഉള്ള ഒരു ആൽ ചുവട്ടിൽ നിങ്ങൾ ഇങ്ങനെ ഇരിക്കുകയാണ്. റിലാക്സ്, റിലാക്സ്. യു ക്യാൻ ഫീൽ ദാറ്റ് യു ആർ സിറ്റിംഗ്. നിങ്ങളൊരു ആലിൻ ചുവട്ടിൽ ഇരിക്കുകയാണ്. നിങ്ങൾക്ക് നല്ലൊരു സന്തോഷം മുഖത്ത്. കാരണം ആലിൻ ചുവട്ടിലുള്ള ആ മന്ദമാരുതൻ, നല്ലൊരു കാറ്റിന്റെ, കുളിർമയാർന്ന ഒരു കാറ്റിന്റെ പ്രഭയാൽ കാറ്റേറ്റ് നിങ്ങൾ ദേഹമാകെ ഒരു വല്ലാത്തൊരു കോരിത്തരിപ്പ് അനുഭവപ്പെടുകയാണ്. നിങ്ങളുടെ ദേഹമാകെ ഒരു കോരിത്തരിപ്പ് അനുഭവപ്പെടുകയാണ്. എന്തൊരു ശീൽക്കാരത്തോടു കൂടി വരുന്ന ആ കാറ്റ് നിങ്ങളെ ഇങ്ങനെ തഴുകുകയാണ്. ആ ശീൽക്കാരത്തോടുള്ള കാറ്റ് നിങ്ങളുടെ കർണപുടങ്ങളിൽ, നിങ്ങളുടെ ചെവിയിൽ വന്ന് അടിക്കുകയും അത് നിങ്ങളുടെ പതുക്കെ നിങ്ങൾ ഇങ്ങനെ റിലാക്സ് ചെയ്യിപ്പിക്കുകയാണ്. നിങ്ങളുടെ ശരീരത്തിൽ ആ കാറ്റ് വന്ന് തട്ടുന്നത് മുഴുവൻ നിങ്ങൾ അനുഭവിക്കുന്നുണ്ട്. നിങ്ങൾ കൃത്യമായി അനുഭവിക്കാൻ പറ്റും ആ കാറ്റിന്റെ ശീൽക്കാരവും കാറ്റിന്റെ തലോടലും. ആ കാറ്റിന്റെ തലോടൽ, നല്ല കാറ്റിന്റെ തലോടലിലൂടെ നിങ്ങൾ ഒരു ചെറിയ നിദ്രയിലേക്ക് പോവുകയാണ്. മനോഹരമായ ഒരു കാറ്റ്. ആ കാറ്റിന്റെ ശീൽക്കാരത്തിൽ ആൽമര ചുവട്ടിലെ നല്ല പ്യൂരിഫായ ഓക്സിജൻ ശ്വസിച്ചുകൊണ്ട്, ശ്വാസം എടുത്തുകൊണ്ട്, നല്ല ശ്വാസഗതിയിലൂടെ നിങ്ങൾ നല്ലൊരു മയക്കത്തിലേക്ക് നീങ്ങുകയാണ്. നിങ്ങൾ മയങ്ങുകയാണ്. സ്റ്റെപ്പ് 1, സ്റ്റെപ്പ് 2, സ്റ്റെപ്പ് 3, സ്റ്റെപ്പ് 4. ഓരോ സ്റ്റെപ്പിലും നിങ്ങൾ മയക്കത്തിലോട്ട് വീണുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ തല താഴോട്ട് ചായുകയാണ്. സ്റ്റെപ്പ് 5, സ്റ്റെപ്പ് 6, സ്റ്റെപ്പ് 7, സ്റ്റെപ്പ് 8, സ്റ്റെപ്പ് 9, സ്റ്റെപ്പ് 10. ഇപ്പോൾ നിങ്ങൾ പൂർണ്ണമായും ഒരു മയക്കത്തിലെത്തിയിരിക്കുന്നു. നമ്മുടെ ഏതോ ഒരു അഗാധമായ ഒരു സ്ഥലത്തേക്ക് നമ്മൾ വീണിരിക്കുന്നു. അവിടെ നമ്മൾ ചമ്രം പടിഞ്ഞിരിക്കുകയാണ്. നല്ല ചുറ്റും നല്ല തെളിഞ്ഞ വെളിച്ചം നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇപ്പോൾ നല്ല സൂര്യപ്രകാശമാണോ ചന്ദ്രപ്രകാശമാണോ എന്ന് പോലും തിരിച്ചറിയാത്ത വളരെ ബ്രൈറ്റ്, നല്ല കണ്ണിന് സുഖമേകുന്ന ഒരു വെളിച്ചം, ഒരു പ്രഭ നമ്മുടെ ചുറ്റും നിറഞ്ഞിരിക്കുന്നു. നമുക്കിപ്പോ കാണാവുന്നത് ഏതോ ഒരു അഗാധതയിലുള്ള ഒരു മുറിക്കകത്ത് നമ്മൾ ഒറ്റയ്ക്കിരിക്കുകയാണ്. ആ മുറിയിൽ നിറയെ അഭൗമമായ ഒരു പ്രകാശം, അറിയില്ല ഇത് ഏത് പ്രകാശമാണ്, നമ്മൾ ഇതുവരെ കണ്ടിട്ട് പോലും ഇല്ലാത്ത ഒരു തെളിച്ചം, അതിന്റെ നടുവിൽ നിങ്ങൾ ഇരിക്കുകയാണ്. മനോഹരമാണെന്ന് നിങ്ങളുടെ മനസ്സ് പറയുന്നു. മനോഹരമായ ഒരു അവസ്ഥയാണ്. ആ അവസ്ഥയിൽ നിങ്ങൾ ഇരിക്കുകയാണ്. നിങ്ങൾ അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങളുടെ നെറുകയിലേക്ക് നിങ്ങൾ ശ്രദ്ധ കൊടുക്കുക. നിങ്ങളുടെ നെറുകയിലേക്ക് നിങ്ങൾ നോക്കുമ്പോൾ ആ നെറുകയിലേക്ക് ഏതോ ഒരു ശക്തിയുടെ വെളിച്ചം, സ്വർണ്ണ നിറമുള്ള ഒരു വെളിച്ചം, നമ്മൾ ടോർച്ച് ലൈറ്റ് അടിക്കുന്നത് പോലെ സ്ട്രെയിറ്റ് ആയി നിങ്ങളുടെ നെറുകയിലേക്ക് വന്ന് പതിക്കുകയാണ്. നിങ്ങൾക്കിപ്പോൾ കാണാൻ സാധിക്കുന്നു. എന്റെ നെറുകയിലേക്ക് ഏതോ ഒരു അദൃശ്യ ശക്തിയിൽ നിന്നും, പ്രപഞ്ചത്തിന്റെ അത്യുന്നതമായ ശക്തിയിൽ നിന്നും, മാലാഖമാരാൽ നിയന്ത്രിതമായ അത്യുന്നതമായ ശക്തിയിൽ നിന്നും ഒരു പ്രകാശം എന്റെ നെറുകയിൽ പതിയുന്നു. ആ പ്രകാശത്താൽ എന്റെ മസ്തിഷ്കം മുഴുവൻ തിളങ്ങുകയാണ്. ആ പ്രകാശത്താൽ എന്റെ ശരീരം മുഴുവൻ തിളങ്ങാൻ തുടങ്ങിയിരിക്കുന്നു. ആ പ്രകാശം നെറുകയിൽ നിന്ന് താഴോട്ടിറങ്ങി നമ്മുടെ മുഖത്തും അതുപോലെ കഴുത്തിലും താഴോട്ടിറങ്ങി, ഷോൾഡറിലും അതിലും താഴോട്ടിറങ്ങി നമ്മുടെ ചെസ്റ്റിലും ബാക്ക് സൈഡിലും ഒക്കെ നമ്മളെ തിളക്കമുള്ളൊരു അവസ്ഥയാക്കി മാറ്റുന്നു. സ്വർണപ്രഭയാൽ നമ്മുടെ ശരീരം മൂടുകയാണ്. അത് വീണ്ടും താഴോട്ടിറങ്ങുകയാണ്. ഇടുപ്പ്, കൈകൾ, കൈപ്പത്തികൾ, കൈവിരലുകൾ, അതുപോലെ എല്ലാം, അതുപോലെ കാലിലെ തുടകൾ, കാൽമുട്ട്, കാൽപാദം,
കാലിലെ വിരലുകൾ വരെ എല്ലാം സ്വർണ്ണ നിറത്തിൽ തിളങ്ങുകയാണ്. ഏതോ ഒരു പ്രഭയാൽ നിങ്ങൾ മുഴുവൻ തിളങ്ങുകയാണ്. ഇപ്പോൾ ആ തിളങ്ങുന്ന പ്രഭയിൽ നമ്മൾ ഇരിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുകയാണ്, ഈ ദൈവമേ, ഈ പ്രപഞ്ച സത്യമേ, എനിക്കിപ്പോൾ 1 കോടി രൂപ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എത്ര സന്തോഷവാനായേനെ എന്ന്. ഈ സന്തോഷം ഞാൻ അനുഭവിക്കുമ്പോഴും എനിക്ക് തികച്ചും 1% പോലും കുറ്റബോധമോ പ്രായച്ചിത്തമോ മറ്റു ഒരു തരത്തിലെ മാലിന്യങ്ങളും എൻ്റെ ഇല്ലാതെ ഞാൻ വീണ്ടും ഇവിടെ ആഗ്രഹിക്കുകയാണ്, എൻ്റെ ബാങ്ക് ബാലൻസിൽ അല്ലെങ്കിൽ എൻ്റെ കൈവള്ളയിൽ, ബാങ്ക് ബാലൻസ് വേണ്ട, കൈവള്ളയിൽ തന്നെ 1 കോടി രൂപ നൽകണമേ, 1 കോടി രൂപ ഞാൻ കിട്ടാൻ ഞാൻ അർഹനാണ്, അതുകൊണ്ട് 1 കോടി എനിക്ക് ലഭിക്കണമേ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ആ ആഗ്രഹം നമ്മുടെ മസ്തിഷ്കത്തിൽ നിന്ന്, നമ്മുടെ തലയിൽ നിന്ന് താഴോട്ട് ഇറങ്ങി വരികയാണ്. അത് നമ്മുടെ കണ്ണിലേക്ക് എത്തിയിരിക്കുന്നു. ഇപ്പോൾ പഞ്ചേന്ദ്രിയങ്ങളിൽ കണ്ണിൽ ആദ്യം നമ്മൾ കാണുകയാണ് ആ 1 കോടി രൂപയെ. ഇപ്പോൾ നമ്മുടെ കൺമുന്നിൽ കാണുന്നത് പ്രകാശമല്ല, പകരം 1 കോടി രൂപ നിറച്ചു വെച്ചിരിക്കുന്ന ഒരു പാത്രമാണ്. 1 കോടി രൂപ നിറച്ച് 1 കോടിയുടെ കെട്ടുകൾ നിറച്ചിരിക്കുന്ന പാത്രം നമ്മുടെ കൺമുമ്പിൽ കാണുന്നു. വാഹ്, കാലങ്ങളായി ഞാൻ തേടി നടന്ന ഒരു സൗഭാഗ്യം, അതെനിക്ക് ലഭിക്കണം, അതെന്റേതാണ് എന്നുള്ള തോന്നൽ എനിക്ക് വന്നിരിക്കുന്നു. ഞാൻ അതിനെ ആസ്വദിക്കുകയാണ്. ഞാനിപ്പോൾ ആ 1 കോടി എൻ്റെ കൺമുന്നിൽ കാണുമ്പോൾ ഞാൻ ആസ്വദിക്കുകയാണ്. ആ ആസ്വാദനം എനിക്കതിൻ്റെ ചെറിയ നോട്ടുകെട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറക്കുന്നതിന്റെ ചെറിയ ശീൽക്കാരം എൻ്റെ ചെവികളിൽ കേൾക്കാം. ഇപ്പോൾ എൻ്റെ കണ്ണും അതിൽ ആ നോട്ടുകെട്ടുകളുടെ ശീൽക്കാര ശബ്ദങ്ങളും, ചെറിയ നോട്ടുകെട്ടുകൾ ഒരു ഇളം കാറ്റിൽ, നേരത്തെ ഉണ്ടായ ഇളം കാറ്റിൽ ഇങ്ങനെ ചെറിയ രീതിയിൽ അനങ്ങുമ്പോൾ അതിന്റെ ശീൽക്കാരം നമുക്ക് കേൾക്കാം, അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട്. ഇനി ഒരു നല്ല പുത്തൻ നോട്ടിന്റെ മണം എൻ്റെ മൂക്കുകളെ മത്ത് പിടിപ്പിക്കുന്നു. പുതിയ നോട്ടുകളാ, പുതുപുത്തൻ നോട്ടിന്റെ ഗന്ധം എൻ്റെ മൂക്കുകളെ മത്താക്കുന്നു. എൻ്റെ മൂക്കുകൾ വന്നിരിക്കുന്നതായി എനിക്കറിയാൻ പറ്റുന്നു. ഞാൻ ശ്വസിക്കുന്ന എൻ്റെ ശ്വാസം ഇപ്പോൾ ആ നോട്ടുകെട്ടിന്റെ മണത്താലാണ്, അതിന്റെ സുഗന്ധത്താലാണ് എന്നുള്ളത്. ഇനി ഞാൻ അനുഭവിക്കുകയാണ്. എൻ്റെ സ്കിന്നിൽ ഞാൻ കൈ നീട്ടി ആ നോട്ടുകെട്ടിലേക്ക് കൈ കൊണ്ടുവന്ന് വെക്കുകയാണ്. ആഹാ, എന്റെ ശരീരം ആകെ കോരിത്തരിക്കുന്നു. ഇത്രയും നോട്ടുകൾ ഒരിക്കലും കണ്ടിട്ടില്ല. ഞാൻ എൻ്റെ അടുത്ത കൈയും കൊണ്ടുപോകുന്നു. ആ നോട്ടുകെട്ടുകളെ കൂട്ടി 2 കൈ കൊണ്ടും ഒന്ന് തൊടുന്നു. വാഹ, ഞാൻ ഇത്രയും നോട്ടുകൾ കയ്യിൽ, പുതുപുത്തൻ നോട്ടുകൾ എൻ്റെ കയ്യിൽ വരുമ്പോൾ ഞാൻ വല്ലാതെ സ്പർശന സുഖത്താൽ എൻ്റെ ശരീരം മുഴുവൻ പുളകിതമായി മാറുകയാണ്. ആ നോട്ടുകെട്ടിന്റെ സ്പർശന സുഖത്താൽ എൻ്റെ ശരീരം മുഴുവൻ ഊർജ്ജസ്വലമാകുകയാണ്. അപ്പോൾ എൻ്റെ ശരീരം ഊർജത്താൽ, ഈ പണം ലഭിച്ചതിന്റെ, ഈ സമ്പത്ത് എന്നിലേക്ക് വന്ന ഊർജത്താൽ ശരീരം മുഴുവൻ, നിങ്ങൾക്ക് എന്താണോ മുഴുവൻ പണ്ടുണ്ടായ എനർജിയുടെ 10 മടങ്ങ് എനർജിയിലേക്ക് ഞാൻ വന്നിരിക്കുകയാണ്. ഇപ്പോൾ മുഖത്തും തികച്ചും ഒരു സന്തോഷം മാത്രമല്ല, അതിനപ്പുറത്ത് എന്തോ ഒരു അനുഭവിക്കേണ്ട കോൺഫിഡൻസ്, കറേജ് എന്നൊക്കെ പറയുന്ന സാധനം വന്നിരിക്കുകയാണ്. മുഖം മുഴുവൻ ഇങ്ങനെ തിളങ്ങുന്നത് നമുക്ക് കാണാൻ പറ്റും. മുഖത്ത് ആ മന്ദഹാസം, പൂർണ്ണചന്ദ്രനെ പോലെ തിളങ്ങുന്ന മുഖം, നേടേണ്ടതെല്ലാം നേടിയതിന്റെ സുഖം. ഇനി ഈ സമ്പത്തിൽ ഞാൻ എല്ലാം എൻ്റെ ജീവിതത്തിൽ ചെയ്യാനുള്ളതൊക്കെ ചെയ്യും, എന്നിട്ട് ആ സമ്പത്ത് എനിക്ക് വേണ്ടി മാറ്റി വെക്കും. ഞാനിതിനെ ഒരു തരത്തിലും ദുരുപയോഗം ചെയ്യാതെ, എവിടെയും ഇതാക്കാതെ, അതിന് സ്നേഹത്തോടെ, എല്ലാവിധ റെസ്പെക്റ്റോടും കൂടി ആ പണത്തെ ഞാൻ സേവിക്കുകയും, അതോടൊപ്പം എൻ്റെ ഊർജം ഉയർത്താനായിട്ട് എൻ്റെ ആരോഗ്യത്തെയും, അതോടൊപ്പം ആരോഗ്യം മാത്രം നമുക്ക് പിന്നെ നമ്മുടെ ബന്ധങ്ങളെയൊക്കെ നന്നാക്കി എടുക്കാനായിട്ട് ഈ തുകയുടെ സന്തോഷം ഞാൻ എല്ലാവരിലേക്കും പകരുമെന്നുള്ള ആത്മസംതൃപ്തി അടയുകയാണ്. എന്നിലെ ബന്ധങ്ങളെ കൂട്ടി ഇണക്കാൻ, എന്നിലെ ബന്ധങ്ങളെ കൂടുതൽ ഊഷ്മളമാക്കാൻ, സമൂഹത്തിന് നൽകാനുള്ള പ്രതിബദ്ധതയുള്ള നമ്മൾ ഇതിന്റെ ഒരു ഭാഗം സമൂഹത്തിന് നൽകുമെന്ന് നമുക്കറിയാം. അതിലൂടെ കൂടുതൽ ശക്തമായ ബന്ധമുണ്ടാക്കാനും, എൻ്റെ വിനോദത്തിന് എന്നെ തന്നെ എനിക്ക് വളർത്താൻ, എന്നെ തന്നെ എനിക്ക് മുന്നോട്ട് പോകാൻ, എനിക്ക് വളരാനായി ഇതിൽ നിന്നും
ഞാൻ തുക ഉപയോഗിച്ച് എന്നെ വളർത്താനായി ഞാൻ വളരുകയും ഞാൻ എന്റർടൈൻമെന്റ്, വിനോദം എന്ന് പറയുന്ന അതിലേക്ക് കടക്കുകയും വിനോദം അനുഭവിക്കുകയും ചെയ്തു. പക്ഷെ എല്ലാം ദൈവഹിതമായ വിനോദങ്ങളും ദൈവഹിതമായ കാര്യങ്ങളും മാത്രമേ ഞാൻ ചെയ്യുള്ളൂ എന്നുള്ള പൂർണ്ണബോധം നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ വീണ്ടും 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 നമ്മുടെ പ്രഭ ഇങ്ങനെ കൂടുകയാണ്. കാരണം ദൈവഹിതമായ കാര്യങ്ങൾ നല്ലത് മാത്രമേ ചെയ്യാവൂ, അസത്യം പറയില്ല എന്നുള്ള നമ്മുടെ ദൃഢനിശ്ചയത്തിൽ നമ്മൾ മാറ്റമില്ലാതെ നിൽക്കുകയാണ്. ഇവിടെയൊക്കെ ചെയ്യുമ്പോൾ ആത്മീയത എന്ന് പറയുന്ന സ്പിരിച്വാലിറ്റിയിൽ ദൈവത്തിൽ അർപ്പിതമായി ഈ പ്രപഞ്ച സത്യങ്ങൾ അർപ്പിതമായി മാത്രമേ നമ്മൾ ജീവിക്കൂ എന്നും ഒരു തരത്തിലും മനസ്സാ വാച കർമ്മന ഒരു വിധത്തിൽപ്പെട്ട ആരെയും ഉപദ്രവിക്കുക ഒന്നും ചെയ്യില്ലെന്നുള്ള പൂർണ്ണ ബോധത്തോടു കൂടി ഞാൻ എന്നെ തന്നെ അർപ്പിച്ചുകൊണ്ട് ജീവിക്കുമെന്നുള്ള സന്തോഷം നമ്മളിലേക്ക് വരുമ്പോൾ വീണ്ടും നമ്മുടെ പ്രഭ വീണ്ടും ചൊരിയുകയാണ്. ആ കയ്യിൽ കിട്ടിയ നമ്മുടെ സമ്പത്തിന്, പണത്തിൽ നിന്നും എല്ലാ സമ്പത്തുകളും നിൽക്കും, മാനസികമായും ശാരീരികമായും ഭൗതികമായും അല്ലെങ്കിൽ ബന്ധങ്ങളായും എല്ലാം ഉയർത്തിക്കൊണ്ട് ഞാൻ എല്ലാവരിലും സർവസമ്മതനായ വ്യക്തിയായി മാറുന്നതായി എനിക്കറിയാൻ പറ്റും. നല്ലതിന് വേണ്ടി മാത്രം ഞാൻ എൻ്റെ പണത്തെ ഉപയോഗിക്കുകയും അതിനെ എല്ലാ വിലയോടും നിലയോടും കൂടി റെസ്പെക്ട് ചെയ്യുകയും അനാവശ്യമായി ഒന്നും ചെയ്യില്ലെന്നുള്ള പ്രതിജ്ഞ എടുത്തുകൊണ്ട് ഞാനിതാ ഇവിടെ പൂർണ്ണ ഊർജ്ജസ്വരനായിരിക്കുകയാണ്. ഇനി മുതൽ എന്നും എനിക്ക് ഊർജം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി ഞാനിതാ അനുഭവിക്കുകയാണ്. ഇപ്പോഴും നിങ്ങളുടെ നിങ്ങളുടെ മൂർത്തിയിലേക്ക് ആ പ്രകാശം വന്ന് പതിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കുന്നു. നിങ്ങളിപ്പോൾ അനുഭവിക്കാൻ സാധിക്കും. ഇനി നിങ്ങൾ തിരിച്ചു വരികയാണ്. അനുഭവം പൂർണ്ണമായി അനുഭവിച്ച് നിങ്ങൾ തിരിച്ചു വരികയാണ്. ഞാൻ 10 നിന്ന് 1 വരെ എണ്ണുമ്പോൾ നിങ്ങൾ ഓരോ സ്റ്റെപ്പും മുകളിലോട്ട് കയറി വന്ന് ആ ആൽമര ചുവട്ടിലേക്ക് തിരിച്ചെത്തേണ്ടതാണ്. റെഡി ടു ഗോ ബാക്ക്. 10, ഒരു സ്റ്റെപ്പ് മുകളിലോട്ട് കയറുക. 9, 8, 7, 6, 5. ആ അനുഭൂതി നമ്മളെ വിട്ടുപോയിട്ടില്ല. നമ്മുടെ ശരീരം മുഴുവൻ അതേ എനർജിയിൽ നിൽക്കുകയാണ്. ഊർജ്ജസ്വലനാണ് നമ്മൾ അതേ ഊർജത്തോടെ ആൽമരത്തിലേക്ക് വരികയാണ്. 5, 4, 3, 2, 1, 0. ഇപ്പോൾ നമ്മൾ ആ ആൽമര ചുവട്ടിൽ എങ്ങനെയാണോ പോയത് അതിൽ നിന്നും ഏറെ ഊർജ്ജസ്വലമായി ഊർജത്തോടുകൂടി നല്ല പുഞ്ചിരിയോടുകൂടി വന്നിരിക്കുകയാണ്. ജീവിതത്തിലെ സമസ്ത മേഖലകളിൽ നമ്മൾ വിജയിച്ചിരിക്കുന്നു. സമസ്ത മേഖലകളിൽ നമ്മളെ ലഭിച്ചിരിക്കുന്നു. പൂർണ്ണ ആത്മവിശ്വാസത്തോടുകൂടി നമ്മൾ തിരിച്ചു വന്നിരിക്കുകയാണ്. ബാക്ക്. ഇനി നമ്മൾ പതുക്കെ കണ്ണുകൾ തുറക്കുകയാണ്. കൈകൾ രണ്ടും ഒന്ന് കൂട്ടിത്തിരുമി കണ്ണിന് മുകളിൽ വെച്ച് ഒന്ന് തുടച്ച് സന്തോഷത്തോടുകൂടി കണ്ണുകൾ തുറക്കുക. പൂർണ്ണമായും പുഞ്ചിരിയോടുകൂടി കണ്ണുകൾ തുറക്കുക. നിങ്ങളുടെ മുഖം മുഴുവൻ പുഞ്ചിരിക്കുന്ന എനിക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. നിങ്ങളുടെ മുഖം മുഴുവൻ നിങ്ങൾ എങ്ങനെയാണോ തുടങ്ങി അതിനേക്കാളും വ്യത്യസ്തമായ പ്രഭയോടുകൂടിയിട്ടുള്ള ഒരു മനുഷ്യനായി നിങ്ങൾ മാറിയിരിക്കുന്നു. Everybody agree that? Type it. Do you feel it wonderful? How many people feel wonderful? Wow. Just say wow. എനിക്ക് ഇവിടെ വേണ്ടത് ഫീൽ ചെയ്യാത്ത ആളെയാണ്. ഒരു ഫീലിംഗും നടന്നില്ല, ഇതൊന്നും ഞാൻ പറഞ്ഞൊന്നും എനിക്ക് എവിടെ എത്തിയില്ല, എന്റെ ചിന്തകളാണ് എന്നെ കൊണ്ടുപോയതെന്നുള്ള ആൾക്കാർ ഒന്ന് ടൈപ്പ് ചെയ്യണം. അവര് മാത്രമാണ് എനിക്ക് ആവശ്യമുള്ളത്. മറ്റുള്ളവർക്കെല്ലാം അല്ലേ വിഷ്വലൈസേഷൻ കിട്ടിയില്ല. ദാറ്റ്സ് ഇറ്റ്. നിങ്ങളുടെ ഫസ്റ്റ് കമന്റിൽ തന്നെ അത് ഉണ്ടായിരുന്നു. കിട്ടിയില്ല. ഫീലിംഗ് കിട്ടി, വിഷ്വലൈസേഷൻ കിട്ടിയില്ല. ആൽമരത്തിൽ മാത്രമേ എത്തിയുള്ളൂ. പിന്നെ നമ്മൾ വേറെ അങ്ങോട്ട് പോയി അല്ലേ. സ്ലിപ്പി വന്നോട്ടെ, ആൽമരത്തിൽ എത്തി, ബാക്കി പിന്നെ അങ്ങോട്ട് പോയി. ഇവിടെയാണ് ഞാൻ പറയുന്നത് കിട്ടാത്തവരോടുള്ള കാര്യമാണ്. ബിക്കോസ് ഓഫ് നിങ്ങളുടെ മനസ്സിലുള്ള ഇംപ്യൂരിറ്റീസ് ആണ് ഇത് കിട്ടാതിരിക്കാൻ കാരണം. അല്ലെങ്കിൽ ഞാൻ ഇന്ന് ശരിക്കും സത്യമായി ഓപ്പണായി പറഞ്ഞാൽ ഞാൻ ഇവിടെ നിന്ന് മുഴുവനായിട്ട് അത് അനുഭവിച്ചു. ഞാൻ പറഞ്ഞ വാക്കുകളൊക്കെ മുഴുവനായിട്ട് ഞാൻ അനുഭവിച്ചു. ഞാൻ അവിടെയൊക്കെ പോയിട്ട് വന്നു.
എല്ലാം ഞാൻ അനുഭവിച്ചു. അത് വരുന്നത് നമ്മൾ മനസ്സ് പ്യൂരിഫൈ ആണെങ്കിൽ നമുക്ക് എങ്ങോട്ട്, മനസ്സെന്ന് പറഞ്ഞാൽ ചിന്തകൾ അല്ലെ, ചിന്തകളൊക്കെ ഉണ്ടാവും, അതിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമുക്ക് വേണ്ട പോലെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വരും. ഉറക്കം വരുന്നതൊക്കെ സാധാരണയാണ്, പക്ഷെ ഉറക്കം വരുമ്പോൾ ആലോചിക്കുക, എന്നും ഉറക്കം തന്നെ ആയിരിക്കും ജീവിതത്തിൽ. ഞാനത് ചക്രാസിലൊന്നും പോകുന്നില്ല. അതിനകത്ത് ചക്രാസ് ഒക്കെ ഡിഫറെന്റ് ഫോമായിട്ടാണ്, ഡിഫറെന്റ് തിങ്സ് ആണ്. അതും ഒരു ഭാഗം തന്നെയാണ്. പക്ഷെ മനസ്സിലെ മാലിന്യങ്ങളെ മാറ്റിക്കഴിഞ്ഞാൽ ഇത് സാധ്യമാകും. ഇതൊക്കെ സാധ്യം. മനസ്സിലെ മാലിന്യങ്ങളാണ് ഇതിനകത്ത് പ്രധാനമായും. ഇതെല്ലാവർക്കും സംഭവിച്ച. പക്ഷെ എങ്കിലും ഞാൻ ഒരു കാര്യം കൂടി പറയാം. ഇതിപ്പോ നിങ്ങൾക്ക് ഇവിടെ നടത്തിയ ടെസ്റ്റ് ആണ്, ഇത് ഫീൽ ചെയ്തവർ പറയുക, മനസ്സിലെ മാലിന്യം, നെഗറ്റീവ് എനർജി ഇസ് ഓൾവേസ് ദേർ, ദാറ്റ് ഈസ് കറക്റ്റ്. പക്ഷെ ഹൗ ടു റിമൂവ് ദ നെഗറ്റീവ് എനർജി? നെഗറ്റീവ് എനർജി റിമൂവ് ചെയ്യണമെങ്കിൽ അവിടെ പോസിറ്റീവിനെ കൂട്ടുക മാത്രമേ സാധിക്കുള്ളൂ. ബാലൻസ്. ഇഫ് യു ഹാവ് എ മോർ നെഗറ്റീവ് എനർജി, what means you have to do it, you have to make more positive energy, so the negative energy will go down. You cannot remove the negative energy, throw away that energy and fill it with the positive energy. No, that's not possible. The method is simple, very simple energy. When you have a negative energy, if you want to remove the negative energy, നിങ്ങൾക്ക് നെഗറ്റീവ് എനർജി ഉണ്ട്, അതിനെ കുറയ്ക്കണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട മാർഗം നെഗറ്റീവ് എനർജി ഇല്ലാതാക്കുകയല്ല, അത് പോസിബിൾ അല്ല. പക്ഷെ നമ്മൾ ചെയ്യേണ്ടത് കൂടുതൽ പോസിറ്റീവിനെ കൊണ്ടുവെക്കുമ്പോൾ ഈ നെഗറ്റീവ് ചെറുതാവുമല്ലോ, സ്വാഭാവികമല്ലേ? അപ്പോൾ സംഭവിക്കുന്ന വേറൊരു കാര്യമുണ്ട്. നിങ്ങൾ നിലവിൽ ഇപ്പോഴുള്ള എനർജി എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഞാൻ എപ്പോഴും പറയാൻ, എനർജി മെഷറിൽ നിങ്ങൾ 200 എന്ന മെഷറിലാണ് നിങ്ങൾ എനർജി ഉള്ളതെങ്കിൽ 200 വരുമ്പോൾ നിങ്ങൾക്ക് നെഗറ്റീവ് ഉണ്ട്, കുറച്ച് പോസിറ്റീവ് ഉണ്ട്, ബാക്കി നെഗറ്റീവ് ആണല്ലോ എന്ന് കരുതി 200. ഇനി നിങ്ങൾക്ക് നെഗറ്റീവ് കുറക്കാൻ നിൽക്കുമ്പോൾ നിങ്ങൾ താഴോട്ട് പോകും. അങ്ങനെയല്ല ചെയ്യേണ്ടത്. പോസിറ്റീവിനെ അവിടെ കൊണ്ടു വെക്കുമ്പോൾ ഈ 200-ൽ നിന്ന് ഓട്ടോമാറ്റിക്കായി നിങ്ങളുടെ എനർജി കൂടുകയാണ് ചെയ്യുന്നത്, ആ വൈബ്രേഷൻ കൂടുകയാണ് ചെയ്യുന്നത്. ഇതാണ് ഇതിന്റെ തത്വം. എല്ലാവരും നേരെ ഓപ്പോസിറ്റ്. നെഗറ്റീവ് ചിന്തിക്കരുത് എല്ലാവരും പറയും. നോ, ഇറ്റ്സ് നോട്ട് പോസിബിൾ. നെഗറ്റീവ് ചിന്തകൾ ഉണ്ടാവുക തന്നെ ചെയ്യും. പക്ഷെ നെഗറ്റീവ് ചിന്തകളെ പോസിറ്റീവാക്കി മാറ്റാൻ പഠിക്കുമ്പോഴാണ് നമ്മൾക്ക് കൃത്യമായി, yes, how to increase positivity? Only you have to practice. Only practice positivity, nothing else. Practice. പറയുന്നതും ഊണിലും ഉറക്കത്തിലും തൂണിലും തുരുമ്പിലും ദൈവം ഇരിപ്പുണ്ടെന്ന് പറഞ്ഞ പോലെ ഊണിലും ഉറക്കത്തിലും പറയുന്ന വാക്കുകളിലും ചിന്തയിലും പോസിറ്റീവ്നെസ് മാത്രം കൊണ്ടുവരിക. നെഗറ്റീവ് വരുമ്പോൾ ഹൗ ടു റീഫ്രെയിം ദ നെഗറ്റീവ് തോട്ട് ടു പോസിറ്റീവ് തോട്ട്സ്. ഒരേ കാര്യത്തെ, എനിക്ക് പണം കിട്ടിയില്ല, ഇത് നെഗറ്റീവാണ് അല്ലെ, അതിനെങ്ങനെ പോസിറ്റീവ് ആക്കാൻ പറ്റും? എനിക്ക് പണം, അത് പ്രാക്ടീസ്. യെസ്, അഫർമേഷൻസ്, പ്രാക്ടീസ് അഫർമേഷൻ. എനിക്ക് പണം കിട്ടിയില്ല എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? ആക്ച്വലി എന്റെ കയ്യിൽ പണമില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ? അപ്പൊ നമുക്ക് ആ വരുന്നത് എന്താണ്? പണമില്ലാത്ത അവസ്ഥയാണ്. ബോധപൂർവം തന്നെ അതിനെ മാറ്റി ആവശ്യാനുസരണം എന്നിലേക്ക് പണം വന്നുകൊണ്ടിരിക്കുന്നു. ആവശ്യാനുസരണം എന്നിൽ വന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ആർക്കും ഛേദമുണ്ടോ? ആവശ്യം വരും, അത് വരും. ഇപ്പോഴാവശ്യമുണ്ടോ? എന്നാ വരും. ഇത്രയും സിമ്പിളാണ്. നമ്മൾ ആവശ്യത്തെ ഡിഫൈൻ ചെയ്യാനുള്ള വിഷയങ്ങളേ ഉള്ളൂ. ഡെയിലി പ്രാക്ടീസ് ചെയ്തതിന് പറ്റുള്ളൂ. പക്ഷെ ഡെയിലി പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ ഒരു സാധനം നമ്മളിൽ വേണം, കറേജ് അല്ലെ, ഒരു മോട്ടീവ് വേണം. അതുകൊണ്ടാണ് ഞാൻ എല്ലാവരും പറയുന്നത്, വരൂ രാവിലെ മെഡിറ്റേഷൻ വരൂ, പ്രാക്ടീസ് ചെയ്യൂ, അഫർമേഷൻ പ്രാക്ടീസ് ചെയ്യൂ, മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യൂ, അഫർമേഷൻ പ്രാക്ടീസ് ചെയ്യൂ. അപ്പോൾ നിങ്ങൾ മാറ്റം തുടങ്ങും. എന്നാലും പറഞ്ഞില്ലേ, എനിക്കെന്നെ മാറ്റപ്പെടുത്തണമെന്നുള്ള ദൃഢനിശ്ചയം എടുക്കൂ. മറ്റാർക്കും വേണ്ടിയല്ല, എനിക്ക് എന്നെ വേണ്ടി മാറ്റപ്പെടുത്താൻ വരൂ. അതിനുവേണ്ടി വരിക. നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ, കൂടുതൽ പഠിക്കാനുണ്ടെങ്കിൽ ജേർണി ടു ഹാപ്പിനെസ്സിൽ ചേരുക. ഞാൻ പഠിപ്പിച്ചു തരാം കൂടുതൽ കാര്യങ്ങൾ, 1 by 1 ആയിട്ട് പഠിപ്പിച്ചു തരാം. എന്നെ വിഷ്വലൈസേഷൻ കൂടുതൽ ശക്തമാക്കണോ? ലോ ഓഫ് അട്രാക്ഷനിൽ വന്നോളൂ, നമുക്ക് പ്രാക്ടീസ് തുടങ്ങാം. അവിടെയും ചെയ്യാം. നിങ്ങൾ ബ്ലോക്കേജ് ആയി നിൽക്കുന്നുണ്ടോ? തീരെ ഒരു രക്ഷയില്ല. ഇത് രണ്ടും കഴിഞ്ഞിട്ട് ലോ ഓഫ് അട്രാക്ഷൻ നടക്കുന്നില്ല, ജേർണി ടു ഹാപ്പിനെസ് മാലിന്യങ്ങൾ നീക്കാൻ പറ്റുന്നില്ല. ഉണ്ട്, അങ്ങനെയും ആൾക്കാരുണ്ട് കേട്ടോ, സത്യമായിട്ടുണ്ട് കേട്ടോ. എല്ലാ സമയവും എല്ലാവരും ഒരുപാട് ആൾക്കാരുണ്ട്, എത്ര ശ്രമിച്ചാലും മാറ്റാൻ പറ്റാത്ത. അതിന് കുറച്ച് സംഭവങ്ങളുണ്ട്. അത് ഞാൻ എങ്ങനെയാ ഇതിൽ പറയാന്നറിയില്ല. ഓരോ ആൾക്കും ചില ബ്ലോക്കേജുകൾ ഉണ്ട്.
ആ ബ്ലോക്കേജുകളെ റിമൂവ് ചെയ്യണം. അതിനൊക്കെ നമ്മുടെ ഹയർ ആയിട്ടുള്ള കോഴ്സുകളുണ്ട്. ഹീൽ ആൻഡ് മാനിഫെസ്റ്റ് എന്ന് പറയുന്ന കോഴ്സുകളുണ്ട്, സോൾ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്ന കോഴ്സുകൾ. അതൊക്കെ ഹയർ എൻഡ് കോഴ്സുകളാണ്. ഒരു നല്ല എക്സ്പെൻസും ഉണ്ട്. അതിൽ കൃത്യമായി എടുത്ത്, അത് ഞാൻ കോഴ്സിനെ പറ്റി കൂടുതൽ വിശദമായി പറയുന്നേ ഇല്ല, കാരണം അത് ആവശ്യമുള്ളവൻ തേടി വരുന്നത് കൊണ്ടാണ്. വെറുതെ പറഞ്ഞു പോകും. നിങ്ങൾ പ്രധാനമായിട്ട് ഇതില്ലെങ്കിൽ ഇവിടെ വരുന്നവർക്ക്, മാറാത്തവർക്ക് മാത്രമേ ഞാൻ അവിടെ കൊണ്ടുപോകുള്ളൂ. ഇനിയിപ്പോ നിങ്ങൾ ആദ്യം ചോദിക്കുകയാണ്, സാറേ എനിക്ക് മണി മാനിഫെസ്റ്റേഷൻ വേണം, ഞാൻ അതിന് പേയ്മെന്റ് ചെയ്യാൻ തയ്യാറാണെന്ന് പറഞ്ഞ് ഞാൻ അവരെ എടുത്തിട്ട് ആദ്യം കൊണ്ടുപോയിട്ട് ജേർണി ടു ഹാപ്പിനെസ്സിലിടും. അവിടെ നിന്ന് പഠിപ്പിച്ചെടുക്കും. അത് കഴിഞ്ഞിട്ട് ലോ ഓഫ് അട്രാക്ഷൻ എടുക്കും. എന്നിട്ടാണ് മണി മാനിഫെസ്റ്റേഷൻ കൊണ്ടുപോകും. അതേപോലെ എന്റെ മറ്റൊരു കോഴ്സാണ്, മോസ്റ്റ് പവർഫുൾ കോഴ്സാണ് ഹീൽ ആൻഡ് മാനിഫെസ്റ്റേഷൻ. അത് എല്ലാവർക്കും വേണ്ട. അതുകൊണ്ട് ആരും ചാടി കയറി വരരുത്. അത് എനർജി കൊണ്ടുള്ള കളിയാണ്, ഹീലിംഗ് കൊണ്ടുള്ള കളിയാണ്. അത് അത്രയും ബ്ലോക്കായി കിടക്കുന്ന ആൾക്കാർ, 7 ചക്രാസും കംപ്ലീറ്റ് കൊളാപ്സായി കിടക്കുന്ന ആൾക്കാർക്ക്, ഒരു എനർജിയും ശരീരത്തിൽ ഇല്ലാത്ത ആൾക്കാർക്ക്, എനർജി മൊത്തം കൊളാപ്സായി നിൽക്കുന്ന ആൾക്കാർക്ക്, പൂർവ ജന്മ പാപങ്ങൾ പേറുന്നവർക്ക്, എവിടെയൊക്കെയോ ബന്ധനങ്ങളിൽ പെട്ടുപോയവർക്ക്, കഷ്ടപ്പാട് മാത്രം ജീവിതത്തിൽ എന്താ പറയുക, കൈമുദ്രയായി കൊണ്ട് നടക്കുന്നവർക്ക് ഉള്ള കോഴ്സാണ് ഹീൽ ആൻഡ് മാനിഫെസ്റ്റേഷൻ. പവർഫുൾ ആണ്. അതിൽ ഒരു വഴിയില്ലെങ്കിൽ രക്ഷപ്പെടാനുള്ള വഴിയാണ്. ഇനി അതിനപ്പുറത്ത് ജന്മാന്തരങ്ങൾ അല്ലെങ്കിൽ മറ്റു ചില ഘടകങ്ങൾ ഉള്ളവർക്ക് സോൾ മാനിഫെസ്റ്റേഷൻ, അത് പ്യൂരിഫൈ ആക്കുന്ന കോഴ്സാണ്. നമ്മളെ സത്വത്തിലേക്ക് എത്തുന്ന കോഴ്സാണ്. രേഖിയൊക്കെ ദാറ്റ് ഇസ് എ ഡിഫറെന്റ് മെത്തേഡ്സ് ഓഫ് ഹീലിംഗ് ആണ് സാറേ. രേഖയും അതുപോലെ ഒരുപാട് മെത്തേഡ്സുകളുണ്ട്, അത് ഡിഫറെന്റ് ആയിട്ട് ഉപയോഗിക്കാം. ഞാൻ ഫോളോ ചെയ്യുന്നത് വേറൊരു രീതിയാണ്, ഡയറക്റ്റ് എന്താ പറയുക, ഞാനത് എല്ലാം നിങ്ങൾക്ക് എന്തുകൊണ്ട് ഉപയോഗിക്കാം. EFT ഉപയോഗിക്കാം, റേഖി ഉപയോഗിക്കാം. ഇതൊക്കെ എന്തിനാണോ നമ്മൾ വിശ്വസിക്കുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞ വിഷ്വലൈസേഷൻ നിങ്ങൾക്ക് സാധ്യമായെങ്കിൽ അതേപോലുള്ള സംഭവം തന്നെയാണ്. അപ്പോൾ ഞാൻ കോഴ്സിനെ പറ്റി പറയാനല്ല വന്നത്, ക്ലാസ്സിൽ നിങ്ങൾക്ക് പഠിപ്പിക്കാനാണ് ഈ ഒരു വിസാരം. വിഷ്വലൈസേഷൻ ഇത് നിങ്ങൾക്ക് സംഭവിച്ചവർക്ക് നാളെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. നിങ്ങൾ നല്ല റിസൾട്ട് ഉണ്ടാക്കുക. 48 മണിക്കൂർ ഉപയോഗിച്ച് നോക്കുക. എന്തെങ്കിലും നല്ല റിസൾട്ട് ഉണ്ടാക്കുക. അതിലൂടെ ജീവിതത്തിന് അടുത്ത തലത്തിലേക്ക് പോവുക. ലോ ഓഫ് അട്രാക്ഷൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ക്വിക്കായിട്ട് ഇവിടെ പേയ്മെന്റ് അടക്കാത്തവരുണ്ടെങ്കിൽ തിങ്കളാഴ്ച ആണ് നമ്മുടെ ലോ ഓഫ് അട്രാക്ഷൻ പുതിയ സെഷൻ തുടങ്ങുന്നത്. ലോ ഓഫ് അട്രാക്ഷൻ ഒരു കൺഫ്യൂഷൻ വേണ്ട നിങ്ങൾക്ക്. ഞാൻ ഒന്നുകൂടി പറയാം, പലർക്കും ആ കൺഫ്യൂഷൻ ഉണ്ടെന്ന് ഞാൻ കരുതി. ബേസിക് ലോ ഓഫ് അട്രാക്ഷൻ കോഴ്സ് നമ്മൾ ഇപ്പൊ തരുന്ന ലോ ഓഫ് അട്രാക്ഷൻ 1000 ഇപ്പൊ നമ്മൾ ഓഫർ എമൗണ്ട് പറയുന്നില്ല, കാരണം യൂട്യൂബ് കണ്ടിരുന്ന ആളെ ചോദിക്കരുത്. ആ കോഴ്സിൽ ജോയിൻ ചെയ്തവർക്ക് മെഡിറ്റേഷൻ അതിന്റെ കൂടെ ഇൻക്ലൂഡഡ് അല്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ആ കോഴ്സിന്റെ ടോട്ടൽ ഡേയ്സ്, കോഴ്സ് പ്ലാൻ ചെയ്തിരിക്കുന്ന ഡേയ്സ് 21 ഡേയ്സ് ക്ലാസും 7 ഡേയ്സ് ഫോളോ അപ്പും, അല്ലെങ്കിൽ ടോട്ടൽ 30 ഡേയ്സ് ആണ്. എല്ലാം കൂടി ടോട്ടൽ 30 ഡേയ്സ് ആണ് ആ കോഴ്സിന്റെ വാലിഡിറ്റി. പക്ഷേ നിങ്ങൾ 30 ഡേയ്സ് കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ പരിപാടി വെണ്ടപ്പ് ചെയ്ത് പോകുന്ന പരിപാടി ജേർണി ടു ഹാപ്പിനെസ് മാസ്റ്ററി ഹബിൽ ഇല്ല. ഹാപ്പിനെസ് മാസ്റ്ററി ഹബിൽ ഒരു പ്രാവശ്യം ഒരാൾ വന്നാൽ ലൈഫ് ടൈം മെമ്പർഷിപ്പാണ് അവർക്ക് കിട്ടുന്നത്. ഈ പഠിച്ച ക്ലാസ് നിങ്ങൾക്ക് 30 ദിവസത്തിൽ തീർത്തിട്ട് പിന്നെ എത്ര തവണ വേണമെങ്കിലും അവിടെ കിടന്ന് പ്രാക്ടീസ് ചെയ്യാം. നിങ്ങൾക്ക് അച്ചീവ്മെന്റ്സ് ചെയ്തുകൊണ്ടേയിരിക്കാം. ഞാൻ അതിൽ പുതിയ പുതിയ ടെക്നിക്കൽ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും. അതൊക്കെ നിങ്ങൾക്ക് പഠിക്കുകയും ചെയ്യാം. ഒറ്റ പേയ്മെന്റേ ഉള്ളൂ. പക്ഷെ കോഴ്സിന്റെ വാല്യൂഡിറ്റി എന്ന് പറയുന്നത് 30 ഡേയ്സ് ആണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിനൊരു ഏതൊരു കോഴ്സിനും ഒരു സിസ്റ്റം വേണം. അതുകൊണ്ട് തന്നെ നിങ്ങൾ 30 ഡേയ്സും കൃത്യമായി ഫോളോ ചെയ്യണം. അത് കഴിഞ്ഞ് നിങ്ങൾ എത്ര ദിവസം വേണേലും നിങ്ങൾ അവിടെ ഇരുന്നോളൂ, നോ പ്രോബ്ലം. എല്ലാത്തിലും വന്നോളൂ. എനിക്ക് ഇത് ക്ലിയർ ആയല്ലോ? എല്ലാം ചോദിക്കാതെ ചില ആളുകൾ ചോദിക്കുന്നു, സാറേ 5 മണി തൊട്ട് 4 മണി, രാവിലെ 9 മണി തൊട്ട് 5 മണി വരെയാണ് കോഴ്സ്, അതുകൊണ്ട് എനിക്ക് ആ സമയത്ത് പങ്കെടുക്കാൻ പറ്റില്ല. ഇങ്ങനെയൊന്നല്ല കോഴ്സ്. നിങ്ങളുടെ സമയത്ത് കണ്ടോളൂ, നിങ്ങളുടെ സമയത്ത് കേട്ടോളൂ, എന്നിട്ട് നിങ്ങളുടെ സംശയങ്ങൾ ചോദിച്ചോളൂ, ഞങ്ങൾ മറുപടി പറയും. വീണ്ടും റെക്കോർഡഡ് അല്ല, റെക്കോർഡഡ് നമ്മൾ ഡെയിലി മന്ത്ലിയൊക്കെ അപ്ഡേറ്റ് ചെയ്ത് കളയും. അതുകൊണ്ട് റെക്കോർഡഡ് എന്ന് പറയുന്നത് ലോങ് ടൈം റെക്കോർഡല്ല, ചെറിയ ഓരോ പാട്ട് പഠിപ്പിച്ചു പോവാണ്. എങ്ങനെയാണോ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ലേണിംഗ് നടത്തുന്നത് അതുപോലെ ഓരോ ദിവസം ഓരോ പാട്ടായിട്ട് പഠിപ്പിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് ഈസിയാണ്. അല്ലെങ്കിൽ 1.5 മണിക്കൂർ 2 മണിക്കൂർ ഇരിക്കാൻ ഈ ആഫ്റ്റർ കോവിഡ് നമുക്ക് പറ്റില്ല. നമുക്ക് വേറെ പണികളുണ്ട്. എല്ലാവരും ഓരോരോ ജോലിയിലാണ്, അതിന്റെ ഇടയിലാണ് ഇത് ചെയ്യുന്നത്. അതുകൊണ്ട് ആ ഡൗട്ട് ക്ലിയർ ആയി കാണുന്നു വെച്ചോ. ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ
ഇതുവരെ പേയ്മെന്റ് ചെയ്യാത്തവർ പോന്ന് കാണുന്ന ലോ ഓഫ് അട്രാക്ഷൻ എനിക്ക് വേണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒന്ന് അഡ്മിനെ ബന്ധപ്പെട്ടോളൂ. ഇപ്പോൾ വേണമെങ്കിൽ പേയ്മെന്റ് ചെയ്തോളൂ. നാളെ പിന്നെ എനിക്ക് പറ്റിയില്ല എന്ന് പറയരുത്. ജേർണി ടു ഹാപ്പിനെസ്സിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ ഓഫർ ഇന്നില്ല. ഓഫർ ഇപ്പൊ തൽക്കാലം ജേർണി ടു ഹാപ്പിനെസ്സിന് കൊടുക്കാൻ സാധ്യതയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത്രയും ഉണ്ട് ആ കോഴ്സിൽ പഠിക്കാനായിട്ട്. അതിൽ അഡ്മിനെ ബന്ധപ്പെട്ടോളൂ. മാക്സിമം നല്ല പ്രൈസ് വാങ്ങിച്ചോളൂ. പ്രൈസ് വാങ്ങിച്ചിട്ട് ജോയിൻ ചെയ്തോളൂ. ഞാനത് ഇവിടെ ഒന്നും പറയുന്നില്ല. അഡ്മിനെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അഡ്മിൻ തരും. പിന്നെ ഒരു റിക്വസ്റ്റും കൂടിയുണ്ട്. ഇപ്പോഴും ഇവിടെ ക്ലാസ്സിൽ ഇരിക്കുന്നവരോടും എൻ്റെ യൂട്യൂബ് വീഡിയോ കാണുന്നവരോർക്കും ഒരു റിക്വസ്റ്റ് ആണ്. അത് നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. ആരും അതിനെടുത്ത് ചാടി ചെയ്യരുത്. ദയവ് ചെയ്ത് നിങ്ങൾ റിക്വസ്റ്റ് ആണ്. കാരണം ഞാൻ ഈ നമ്പർ തരുന്നത്, അഡ്മിന്റെ നമ്പർ തരുന്നത് നിങ്ങൾക്ക് ഡയറക്റ്റ് റീച്ചബിൾ ആവാൻ വേണ്ടിയിട്ടാണ് എന്ന് മനസ്സിലാവും. ഒന്ന് ശ്രദ്ധിക്കുക. ഞാൻ ആ നമ്പർ തരുന്നത് നിങ്ങൾക്ക് മിസ്യൂസ് ചെയ്യാനുള്ളതല്ല. അഡ്മിന്മാരെ വിളിച്ച് അങ്ങനെ ബുദ്ധിമുട്ടിക്കരുത്. നിങ്ങൾക്ക് പറയാനുള്ള കാര്യം വെറുതെ വാട്സപ്പ് ഒരു വോയിസ് മെസ്സേജ് അയച്ചാൽ മതി. അവർ ബന്ധപ്പെടും. 1 മണിക്കും 2 മണിക്കും രാവിലെ 4 മണിക്കും ഒക്കെ വിളിച്ച് ഡിസ്റ്റർബ് ചെയ്യരുത്. എല്ലാവരുടെ റിക്വസ്റ്റ് ആണ്. നിങ്ങൾ വീഡിയോ എപ്പോൾ കാണുന്നു അപ്പോഴുള്ള ടെംപ്ടേഷനിൽ പോയി വിളിക്കരുത്. സാവധാനം ആലോചിച്ച് നമ്പർ എഴുതി വെക്കുക. ആലോചിച്ച് എന്താണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം അവർ വിളിക്കുക. അല്ലെങ്കിൽ ജസ്റ്റ് വാട്സപ്പിൽ വോയിസ് അയച്ചേക്കാം. അവർ റിപ്ലൈ ചെയ്യും. ആ സമയം വരെ വെയിറ്റ് ചെയ്യുക. കാരണം ഇത്രയൊക്കെ സംഭവിച്ചില്ല ജീവിതത്തിൽ, അല്ലെ? ഒന്ന് വെയിറ്റ് ചെയ്താൽ കുഴപ്പമില്ലല്ലോ. സമയം സന്ദർഭം നോക്കി വിളിക്കണം കേട്ടോ. എല്ലാവരുടെ റിക്വസ്റ്റ് ആണ്. കാരണം നിങ്ങളെല്ലാം മാറ്റം ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ചാണല്ലോ ഞാനിത് ഇത്രയും പറഞ്ഞു തരുന്നതും. അതുകൊണ്ട് നിങ്ങൾ തിരിച്ച് എന്നോട് ആ റെസ്പെക്ട് കാണിക്കണം. അല്ലെങ്കിൽ ഓവറാണ് ഞങ്ങൾക്ക് വരുന്ന കോള്. ഒരു ദിവസം 100ഉം 150ഉം കോളുകളാണ് വരുന്നത്. ഹാൻഡിൽ ചെയ്യാൻ തന്നെ പറ്റുന്നില്ല. ആൾക്കാരോട് പറഞ്ഞു ചോദിച്ചത് തന്നെ ചോദിക്കും. ഇന്നൊരാള് അയച്ചൊരു വോയിസ് ഞാൻ കേട്ടിട്ട് ഞാൻ ആകെ തരിച്ചുപോയി. 18 മിനിറ്റ് ലെങ്ത് ഉള്ളൊരു വോയിസ് ആണ്. കേൾക്കാൻ പറ്റുമോ? കേൾക്കാതിരുന്നാൽ ശരിയാണോ? മോർണിംഗ് സെഷൻ ഉണ്ട്. ഏത് ലോ ഓഫ് അട്രാക്ഷന്റെ ബേസിക് ക്ലാസ്സിനകത്ത് ഇതില്ല. മെഡിറ്റേഷൻ ഇൻക്ലൂഡഡ് അല്ല. അത് സെപ്പറേറ്റ് പേയ്മെന്റ് ആണ്. ജേർണി ടു ഹാപ്പിനെസ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്തുണ്ട്. ലോ ഓഫ് അട്രാക്ഷന്റെ ഈ കോഴ്സിലില്ല. ഈ 2000 ഓഫർ പ്രൈസ് ആണ്. നിങ്ങൾക്ക് തന്ന ഓഫറാണ്, അല്ലേ? ഞാനും ജീവിച്ചു പോകണ്ടേ, എനിക്കും കഞ്ഞികുടി നടക്കണ്ടേ, അല്ലേ? എല്ലാം തന്നു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഇരിക്കട്ടെ ഇവിടെ കിടന്നത്. ഇതൊക്കെ വാങ്ങിക്കണ്ടേ, അല്ലേ? സിമ്പിൾ അല്ലേ? വാട്ട് ഈസ് യൂണിക് അബൌട്ട് യുവർ കോഴ്സ്, സർ? മൈ കോഴ്സ് യൂണിക് ഈസ് മീ, സർ. ദാറ്റ്സ് ഓൾ ദ ആൻസർ. കാരണം എന്നിൽ എന്താണോ യൂണിക് കണ്ടത് അത് തന്നെയാണ് എന്റെ കോഴ്സിലുമുള്ള യൂണിക്. ബാക്കിയെല്ലാം അപ് ടു യു, സർ. ദർ ഇസ് നത്തിങ് മോർ ടു സേ. ഓക്കെ. അപ്പൊ യൂട്യൂബ് വീഡിയോ കാണുന്നവരുടെ അഭ്യർത്ഥന, ഇവിടെ ഇരിക്കുന്നവരുടെയും എല്ലാവരുടെയും അഭ്യർത്ഥന, നിങ്ങൾ പലരും യൂട്യൂബ് കാണുന്നില്ല, അവിടെ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. കാരണം ഞാനിപ്പോ ഇത്രയും ഫാസ്റ്റ് പറഞ്ഞു പോയ കാര്യങ്ങൾ മുഴുവൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. നിങ്ങൾ അതുകൊണ്ട് സമയം കിട്ടുമ്പോൾ നാളെയും മറ്റന്നാളും ഒക്കെ ആ വീഡിയോസ് ഒന്നുകൂടി കാണുക. ഇന്നലെ എനിക്കൊരു സഹോദരി അയച്ച മെസ്സേജ്, സാറേ ഞാൻ ഇപ്പൊ ഈ വീഡിയോ 4ാമത്തെ തവണയാണ് കാണുന്നത്. ആ 4ാമത്തെ തവണ കണ്ടപ്പോഴാണ് സാറേ എനിക്ക് ചില കാര്യങ്ങളൊക്കെ ഒന്ന് ഫ്ലാഷ് ആയി കിട്ടിയത്. അതുകൊണ്ടാണ് ഞാൻ സാറിന് വോയിസ് അയക്കുന്നതെന്ന് പറഞ്ഞു. 4 തവണ കണ്ടു. അത് ഇത്രയും അറിഞ്ഞപ്പോഴാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ പിടികിട്ടിയെന്നാണ് എൻ്റെ അർത്ഥം. അതുപോലെ ഇവിടെ ഇരുന്നുകൊണ്ട് ക്ലാസ് കഴിഞ്ഞു എന്ന് തോന്നരുത്. റിപ്പീറ്റ് എവറി ഡേ, റിപ്പീറ്റ് ഇറ്റ്. കാരണം അത്രയും നിങ്ങൾക്ക് അതിനകത്ത് ഓരോ ദിവസവും നിങ്ങൾ കൂടുതൽ പഠിക്കാനുണ്ടാവും. അറിവ് നേടിക്കൊണ്ടേയിരിക്കുക. അതുകൊണ്ട് അവിടെ പോയിട്ട് യൂട്യൂബ് വീഡിയോ കാണുന്നവരും നിങ്ങളും പോയി ഒന്ന് സബ്സ്ക്രൈബ്, മറ്റൊരു ബട്ടൺ ഉണ്ടല്ലോ ടിങ് അടിക്കുന്നു, അല്ലെ? ബെല്ല്. ഞാൻ ഇവിടുന്ന് അപ്ലോഡ് ചെയ്യുമ്പോൾ ഒരു ശബ്ദം വരുന്നത്, ആ സാധനം കൂടി ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. ഓക്കെ. എന്നിട്ട് മാക്സിമം ആൾക്കാർക്ക് ഒന്ന് ഷെയറും ചെയ്ത് കൊടുക്കുക കേട്ടോ. ഡൗൺലോഡ് ചെയ്ത് ഷെയർ ചെയ്യാൻ പറ്റില്ല, 1 മണിക്കൂറുള്ള വീഡിയോ ആണ്. അതുകൊണ്ട് ജസ്റ്റ് ഷെയർ ബട്ടൺ അടിക്കുക. വാട്സപ്പിൽ നിങ്ങളുടെ മറ്റ് കുടുംബ ഗ്രൂപ്പുകളിലേക്ക് ഇട്ട് കൊടുക്കുക. അവരൊക്കെ ചില മാറ്റങ്ങൾ ഉണ്ടാവട്ടെ. That's wonderful, KPM. That's wonderful. What you said, quit smoking. നിങ്ങൾ ഈ ക്ലാസ്സിൽ വന്നപ്പോൾ നിങ്ങൾ സ്മോക്കിംഗ് ക്വിറ്റ് ചെയ്യാൻ സാധിച്ചെങ്കിൽ ഐ ആം താങ്ക്ഫുൾ ഫോർ ദ യൂണിവേഴ്സ്. സന്തോഷമാണ്, സ്നേഹമാണ്. എന്നും നിങ്ങൾക്കത് ചെയ്യാൻ സാധിക്കട്ടെ. ഇനി ഒരിക്കലും തിരിച്ചു വരാതിരിക്കാൻ, ആ ഹാബിറ്റ് ഒരിക്കലും നിങ്ങളിലേക്ക് തിരിച്ചു വരാതിരിക്കാൻ സർവേശ്വരൻ തുണയാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസം നിർത്തുന്നു. ബാക്കി നമുക്ക് വീണ്ടും നാളെ കാണാം. താങ്ക് യു ഓൾ. താങ്ക് യു വെരി മച്ച്.